ഹജ്ജിന് പോകുമ്പോൾ പ്രധാനമായും ചെയ്യേണ്ട, നമ്മളിപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന നമ്മളുടെ ജീവിത രീതി മാറ്റി ഒരു പുതിയ നിഷ്കളങ്കയായ, ഒരു പാപവുമില്ലാത്ത, ആരോടും പകയും വിദ്വേഷവും ഇല്ലാത്ത ഒരു സ്ത്രീയായി മടങ്ങി വരാനാണ് നമ്മൾ ഹജ്ജിന് പോകണല്ലേ? അങ്ങനെയല്ലേ? അതല്ലേ നമ്മൾ ആഗ്രഹം? അപ്പം അതുകൊണ്ട് അതിനു വേണ്ടി നമ്മൾ ആദ്യം മുതലേ മനസ്സ് നിയ്യത്തുകയും മനസ്സ് പാകപ്പെടുത്തുകയും പടച്ചവനോട് ധാരാളമായി പ്രാർത്ഥിക്കുകയും ചെയ്യണം. പോരാത്തതിനെ ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോഴുള്ള പണ്ഡിതന്മാർ വളരെ പ്രധാനമായി നിർദ്ദേശിക്കുന്നത് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാനത്ത് ഇൻദഹു മദ്ലമത്തുൻ ലിഅഖീഹി മിൻ മാലിൻ ഔ ഇർളിൻ ഫല്യതഹല്ലൽ അൽ യൗമ ഖബ്ല അല്ലാ യകൂന ദീനാരും വറ ദിർഹം ഇൻ കാന ലഹു അമലുൻ സ്വാലിഹുൻ ഉഖിദ മിൻഹു ബിഖദ്രി മദ്ലമതിഹി വഇൻ ലം യകുൻ ലഹു ഹസനാത്തുൻ ഉഖിദ മിൻ സയ്യിആതി സാഹിബിഹി ഫഹുമില അലൈഹി. അതായത്, നിങ്ങൾ ആരോടെങ്കിലും, നിങ്ങളുടെ സഹോദരങ്ങളോട്, അയൽവാസിയോട്, ഭർത്തൃ കുടുംബത്തോട്, നാത്തൂനോട്, അമ്മായിമാനോട്, അല്ലെങ്കിൽ ആരോടെങ്കിലുമായി നിങ്ങൾ വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ വല്ല ദ്രോഹവും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ദീനാറോ ദിർഹമോ ഉപകാരപ്പെടാത്ത പരലോകത്തെത്തുന്നതിന് മുമ്പായി നിങ്ങൾ അതൊക്കെ ഇവിടുന്ന് ദുനിയാവും തന്നെ പറഞ്ഞ് ശരിയാക്കണം. കൊടുത്തിട്ടോ കുമ്പിട്ടിട്ടോ എങ്ങനെയാണോ അത് ശരിയാക്കുക അങ്ങനെ ശരിയാക്കിയെടുക്കണം. ഒരുപക്ഷെ സാമ്പത്തിക നഷ്ടം ഉണ്ടാകും, അല്ലെങ്കിൽ അഭിമാന നഷ്ടം ഉണ്ടാകും, അതല്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ വന്നേക്കാം ദുനിയാവിൽ, പക്ഷെ പരലോകത്തേക്ക് ബാക്കി വെക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇനി നിങ്ങൾക്ക് സൽക്കർമ്മങ്ങൾ നിങ്ങളുടെ പട്ടികയിൽ പരലോകത്തുണ്ടെങ്കിൽ, നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ നിങ്ങളെക്കുറിച്ച് പരാതി പറഞ്ഞ നിങ്ങളുടെ നാത്തൂന്, നിങ്ങളുടെ അമ്മാക്ക്, നിങ്ങളുടെ ഇളച്ചിക്ക് നിങ്ങൾ നിസ്കരിച്ച കൂലി ഓൽക്ക് എടുത്തു കൊടുക്കുക പരലോകത്തുനിന്ന്. ഇവിടുന്ന് തീർത്തില്ലെങ്കിൽ പരലോകത്ത് നിങ്ങൾ നിസ്കരിച്ച കൂലി ഓൽക്ക് എടുത്തു കൊടുക്കും. അങ്ങനെ പരാതിക്കാരൊരുപാടുണ്ട്. നിങ്ങളുടെ നിസ്കരിച്ച കൂലി, നോമ്പോറ്റ കൂലി, സക്കാത്ത് കൊടുത്ത കൂലി ഒക്കെ തീർന്നു. നിങ്ങൾക്ക് കൂലിയുള്ള ഒരു സൽക്കർമ്മം നിങ്ങളുടെ റെക്കോർഡിൽ ബാക്കിയില്ല. നിങ്ങളെക്കുറിച്ച് പരാതി പറഞ്ഞ ആളുകൾ ഒരുപാട് നിര ബാക്കിയുണ്ട്. എന്താ ചെയ്യാറിയോ? അവർ നിസ്കരിക്കാത്തവളായിരുന്നു, അവൾ ഇസ്ലാമിൻ്റെ വേഷം ധരിക്കാത്തവളായിരുന്നു, അവൾ സക്കാത്ത് കൊടുക്കാത്തവരായിരുന്നു. അവർ ചെയ്ത തെറ്റിൻ്റെ കുറ്റം നിങ്ങൾക്ക് ഇങ്ങോട്ട് തരികയും അവസാനം അതൊക്കെ നന്മകളൊക്കെ അവർക്ക് എടുത്തുകൊടുക്കുകയും നിങ്ങളുടെ നന്മകൾ അവർക്ക് എടുത്തുകൊടുത്തിട്ട് ഓൽ ചെയ്ത കുറ്റം നിങ്ങൾക്ക് ആക്ഷേപിക്കുകയും ഫതുരിഹ ഫിന്നാർ, നിങ്ങൾ നരകത്തിൽ എറിയപ്പെടുകയും ചെയ്യും. അവരാണ് ഏറ്റവും പാപ്പരായ ആൾ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കർശനമായി നമ്മൾ താക്കീത്. അതുകൊണ്ട് ഹജ്ജിനും ഉംറക്കും പോകുന്നതിന് മുമ്പ് നമ്മൾ സാധാരണയായി ഹജ്ജോ ഉംറ തീരുമാനിച്ച് നമ്മളിങ്ങനെ യാത്ര ചെയ്ത് എല്ലായിടത്തും വരും, വല്ലതൊക്കെ ഉണ്ടെങ്കിലൊക്കെ പുറത്തിരുന്നിട്ടൊക്കെ പറയും. അത് നല്ല കാര്യമാണ്. പക്ഷെ ഇനി നമുക്ക് യാത്ര ചെയ്ത് ചോദിക്കാൻ സമയമില്ല. ഉണ്ടോ? മെയ് മാസം തുടങ്ങുകയാണ് നമ്മളെ യാത്രകളല്ലേ, എതുക്കും നമ്മുടെ ഹറമിലേക്കുള്ള യാത്ര തുടങ്ങുകയാണല്ലേ. അപ്പം അതിനു മുമ്പ് നമുക്ക് ഇവിടെ നാട്ടിലൂടെ ഒരുപാട് യാത്ര ചെയ്യാൻ സമയമില്ല. അതുകൊണ്ട് വളരെ അടിയന്തരമായി പോകേണ്ടുന്ന ആളുകളടുത്ത് മാത്രങ്ങൾ പോകുക. അപ്പോൾ ബാപ്പ, ഉമ്മ, അല്ലെങ്കിൽ വല്യമ്മ, വല്യപ്പ, അങ്ങനെയുള്ള അടിയന്തരമുള്ള ആൾക്കാരടുത്ത് പോവുകയും കാര്യങ്ങൾ പോണ വിഷയം പറയുകയും ചെയ്യുക. മറ്റുള്ള ആളുകൾക്കൊക്കെയും ഫോൺ ചെയ്ത് നിങ്ങൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക. പണ്ഡിതന്മാർ പറഞ്ഞത്, നിങ്ങൾക്ക് കടം ആർക്കെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് എഴുതി വെക്കണം. അതുപോലെ തന്നെ ആരുടെയെങ്കിലും അനർഹമായ ഹലാലല്ലാത്ത വല്ലതും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കൊടുക്കണം എന്നൊക്കെയാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അപ്പം നമ്മളെ കയ്യിൽ ഇപ്പോൾ നമ്മളെ പണ്ടത്തെ കാലം, ഇപ്പം പിന്നെ അങ്ങനെ അല്ലാതല്ല. പണ്ടത്തെ കാലമാണെങ്കിൽ നമ്മൾ ആൺകുട്ടികൾ കല്യാണം കഴിക്കുമ്പോൾ ആ മരുമക്കൾക്ക് നമ്മൾ പണ്ടം വാങ്ങിയിട്ടുണ്ടാകും, പണം വാങ്ങിയിട്ടുണ്ടാകും. അതൊക്കെ നമ്മൾക്ക് കിട്ടിയതായിരുന്നിട്ട് നമ്മൾക്ക് കിട്ടിയതായിരുന്നിട്ട് അതൊക്കെ നമുക്ക് സ്വന്തം നിലനിൽക്ക് അനുഭവിച്ചിട്ടുണ്ടാകും ഒരുപാട്. സത്യത്തിൽ അതൊക്കെയും അവരുടെ കണ്ണുനീരോടെ നെഞ്ചുവേദനയോടെ തന്നതായിരിക്കാം അല്ലേ. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത്, ഹലാലായ തൃപ്തിപ്പെട്ടതല്ലാത്തൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെയും ഇപ്പോൾ പണ്ഡിതന്മാർ നിർദ്ദേശിക്കുന്നത് എന്താ അറിയോ? അതൊന്നും കൊടുത്തു തീർക്കാൻ പറ്റിയിട്ടില്ല. അപ്പം എന്ത് ചെയ്യുക? നിങ്ങളുടെ ധനത്തിൽ നിങ്ങൾ അങ്ങനെ ഒട്ടും തൃപ്തിപ്പെടാത്ത മുതൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഭാഗം നീക്കി വെക്കണം എന്നൊക്കെ ഇത്രയും കർശനമായി നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. പോകുന്നതിന് മുമ്പ് അങ്ങനെ ആർക്കെങ്കിലും നമ്മോട് വെറുപ്പും സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ കഴിവ് പോലെ അതൊക്കെ പറഞ്ഞും കൊടുത്തും ശരിയാക്കേണ്ടതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലായിടത്തേക്കും പോകാൻ കഴിയില്ല. യാത്ര പരമാവധി നിങ്ങൾ കുറക്കണം. കാരണം നിങ്ങൾക്ക് ഒരുപാട് ഇപ്പം ഹറമിൻ്റെ തൊട്ടടുത്തൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഗ്രൂപ്പുകാർ ഇങ്ങോട്ട് പരസ്യം ചെയ്യും. തൊട്ടടുത്താണ്, എങ്ങനെ തൊട്ടടുത്ത് പറഞ്ഞാലും ഹറമിൻ്റെ മുറ്റം തന്നെ 1/2 കിലോമീറ്റർ നടക്കാൻ നമ്മൾ നടക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേ ലോഡ്ജ് ഉണ്ടാകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ ചെന്ന് ആ നടത്തം നമുക്ക് ശീലാകാൻ
അതിനു വേണ്ടി ആരോഗ്യവും സമയവും ഉണ്ടാവാൻ വേണ്ടി ഒരുപാട് യാത്രകൾ ഒഴിവാക്കണം. ആവശ്യത്തിന് മാത്രം യാത്ര ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ ഫോൺ ചെയ്ത്, ഇന്നത്തെ കാലത്ത് ഒന്നും പ്രയാസമില്ലല്ലോ. അപ്പോൾ ഒന്ന് പ്രധാനപ്പെട്ട കാര്യം അത്. പിന്നെ പോകുന്ന പണം ഹലാലായ പണം കൊണ്ടാണ് ഹജ്ജിന് പോകേണ്ടത്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഹലാലായ പണം കൊണ്ട് ഹജ്ജിന് പോകാനൊരുങ്ങി അതിൻ്റെ പൈസയൊക്കെ അടച്ച് നമ്മൾ ഹജ്ജിന് പോവുകയാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഇഹ്റാമൊക്കെ ചെയ്ത് വാഹനത്തിൽ കയറി നമ്മൾ ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ ലബ്ബൈക്ക് അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പറഞ്ഞ് തൽബിയത്ത് തുടങ്ങുമ്പോൾ, നിയ്യത്ത് ചെയ്ത് പറഞ്ഞ് തൽബിയത്ത് തുടങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ ആകാശത്തു നിന്നൊരു മലക്ക് വിളിച്ചു പറയുന്നതാണ്, നിൻ്റെ ഈ കർമ്മം, നിൻ്റെ ഈ ഉത്തരം നൽകിയ ഈ മനസ്സ് അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. നിൻ്റെ പണം ഹലാലായതാണ്, നിൻ്റെ ഹജ്ജും അള്ളാഹു പുണ്യകർമ്മമായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് വേണ്ടി ഒരു മലക്ക് ആകാശത്ത് നിന്ന് വിളിച്ചു പറയുന്നത്. എങ്ങനെയാണെങ്കിൽ ഹലാലായ പണമാണെങ്കിൽ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് കേട്ടെന്ന് പറയുമ്പോൾ സ്ത്രീകൾ മടിക്കുന്ന ഒരു കാര്യമാണ് ഇഹ്റാം ചെയ്തതിന് ശേഷം തൽബിയത്ത്. വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തൽബിയത്ത്. അത് ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ നമ്മൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട മാത്രം പറഞ്ഞുള്ളൂ. അപ്പോൾ പിന്നെ നിങ്ങൾ കേട്ടല്ലോ, ഈ ഇഹ്റാം ചെയ്യാൻ വേണ്ടി നമുക്ക് മെൻസസ് ഉണ്ടായാലും പ്രസവരക്തം ഉണ്ടെങ്കിലും ഒന്നും പ്രശ്നമില്ല, ഇഹ്റാം ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. ജലദോഷമുണ്ട് 2 ദിവസമായിട്ട്, അപ്പം അതിൻ്റെ ഒരു പ്രയാസം വന്നതാണ്. അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ അതിന് മുമ്പ് മുന്നോടിയെ പറയാണ്ട്. അപ്പം നിങ്ങൾ കേട്ടല്ലോ, ഈ ഇഹ്റാം ചെയ്യാൻ മെൻസസ് പ്രശ്നമല്ല. മെൻസസ് ആണെങ്കിൽ ആയിഷ ബീവി മെൻസസ്സുകാരിയായിരിക്കുകയാണ് ഇഹ്റാം ചെയ്തത്. അപ്പോൾ വേറെ തെളിവ് വേണ്ടല്ലോ. അതുപോലെ സഹാബ വനിതകളിൽ ഒരാൾ പ്രസവിച്ചു തലേ ദിവസം, പിറ്റേ ദിവസമാണ് ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുളിച്ച്, ഇഹ്റാമിന് വേണ്ടി കുളിയുണ്ട്, നിങ്ങൾ കേട്ടു അല്ലേ? കേട്ടില്ലേ? ഇഹ്റാമിന് വേണ്ടി ഇഹ്റാമിൻ്റെ നെയ്യത്ത് വെച്ചൊരു കുളിയുണ്ട്. ആ കുളിച്ച് നീ ഇഹ്റാമിൽ പ്രവേശിക്കുക. പിന്നെ തവാഫ് ഒഴികെ ബാക്കിയുള്ളതൊക്കെ ചെയ്യാമെന്നാണ്. തവാഫ് മാത്രമാണ് പിന്നെ മെൻസസ്സുകാരിക്ക് മാറ്റി വെക്കാൻ പറഞ്ഞത്. ബാക്കിയുള്ളതൊക്കെ ചെയ്യും. നിസ്കാരം ഏതായാലും ഇല്ലല്ലോ നമുക്ക്, ബാക്കിയുള്ള കർമ്മങ്ങളിലൊക്കെയും. കാരണം തവാഫ് കഴിഞ്ഞിട്ട് 2 റക്അത്ത് നിസ്കാരമുണ്ട് ഇല്ലേ? മക്കാം ഇബ്രാഹിമിൻ്റെ പിന്നെ 2 റക്അത്ത് നിസ്കാരമുണ്ട്. അപ്പോൾ തവാഫ് ഒഴികെ ബാക്കിയുള്ളതൊക്കെ ചെയ്യാം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മെൻസസ്സുകാരിക്ക് ഇഹ്റാം പ്രവേശിക്കാം. അങ്ങനെ ഇഹ്റാം പ്രവേശിച്ചു. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് മീക്കാത്തായിട്ടില്ല, ഈ പിന്നെ ഇഹ്റാമിൽ പ്രവേശിക്കാനുള്ള പിന്നെ ഇത് ചെല്ലാനായിട്ടില്ല. കുറച്ച് കഴിഞ്ഞ് നമ്മൾ മക്കത്ത് ഇറങ്ങുന്നതിൻ്റെ ഏകദേശം 3/4 മണിക്കൂർ മുമ്പ് ആണ് ഇഹ്റാം ചെയ്യാനുള്ള സമയം മീക്കാത്താകുക. അവിടുന്ന് ഇഹ്റാം ചെയ്യുക. ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറഞ്ഞ് ഇഹ്റാം പ്രവേശിക്കുക. വെറും ഹജ്ജിന് മാത്രം പോകുന്ന ആളുകൾ ആരോപണം ഉണ്ടെന്ന് കേട്ട് സംശയം ചോദിച്ചാൽ കേട്ടപ്പോൾ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ ഹജ്ജ് മാത്രം ചെയ്യുകയാണെങ്കിൽ ലബ്ബൈക്ക് അല്ലാഹുമ്മ ഹജ്ജൻ എന്നാണ് ഇഹ്റാം പ്രവേശിക്കുക. ഏതായിരുന്നാലും ഇഹ്റാം പ്രവേശിച്ച ഉടനെ ചെയ്യേണ്ട കാര്യം തൽബിയത്താണ്. എന്താണ്? ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക്. അപ്പോൾ ഇത് ചൊല്ലുന്നത് ഉച്ചത്തിൽ ചെല്ലാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം റസൂലിനടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ അനുയായികളോട് തൽബിയത്തും ലാ ഇലാഹ ഇല്ലല്ലയും ഉറക്കെ ചെല്ലാൻ അനുയായികളോട് പറയണമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. തൽബിയത്ത് ചൊല്ലുന്ന ആളുകൾക്ക് വേണ്ടി സ്വർഗം സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ പാപങ്ങളൊക്കെ മായ്ക്കപ്പെടുമെന്നും ഒരു മാതാവ് പ്രസവിച്ച ആ അന്നേ ദിവസത്തെ ചെറിയ കുഞ്ഞിനെ പോലെ ശുദ്ധനായി വരും എന്നും റസൂലുള്ളാഹി സ്വല്ലം ഉപദേശിച്ചിട്ടുണ്ട്. മാത്രമല്ല, തൽബിയത്ത് ചൊല്ലുന്ന ഒരാളോടൊപ്പം നമ്മൾ തൽബിയത്ത് ചൊല്ലുമ്പോൾ നമ്മളുടെ പരിസരങ്ങളിൽ വലതുവശത്ത് ഇടതുവശത്ത് 2 വശങ്ങളിലുമുള്ള വൃക്ഷങ്ങളും പിന്നെ മണ്ണും എല്ലാം ആ സമയത്ത് തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നതാണ്. അത്രമാത്രം പുണ്യകരമായൊരു കാര്യമാണ് തൽബിയത്ത് എന്നുള്ളത്. അപ്പം നമ്മൾ സ്ത്രീകൾ പലപ്പോഴും അതിങ്ങനെ വല്ല ചുണ്ടുകൊണ്ട് ഇങ്ങനെ കുറച്ചു നേരം പിറുവിറുക്കും, അത് കഴിഞ്ഞാൽ നമ്മളാണ്ട് ഉറക്കത്തൊക്കെ വീഴിഞ്ഞു. അതാണ് കാണാറില്ല. യഥാർത്ഥത്തിൽ തൽബിയത്ത് പിന്നെ ഉറക്കച്ചെല്ലാനാണ്. അത് സ്ത്രീകളാകുമ്പോൾ ഒരു പാകത്തെ ശബ്ദത്തിൽ, നമ്മൾക്ക് കേൾക്കത്തക്ക രൂപത്തിൽ ശബ്ദത്തിൽ, നമ്മളൊരു ബസ്സിലിരിക്കുമല്ലോ പോകുക എവിടേക്കാണെങ്കിലും, അപ്പോൾ നമ്മൾക്ക് മാത്രമെങ്കിലും കേൾക്കത്തക്ക രൂപത്തിൽ കുറച്ച് നാൾ നമ്മൾ ഇന്ന് അശ്രദ്ധരാകാതിരിക്കുക. ആ തൽബിയത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഉംറക്കാണെങ്കിൽ നമ്മൾ മീഖാത്തിൽ നിന്ന്, അത് വിമാനം ഇറങ്ങണതിൻ്റെ ഏകദേശം 3/4 മണിക്കൂർ മുമ്പ് നമ്മൾ ഇഹ്റാം ചെയ്തു. അപ്പം മുതൽ തുടങ്ങും തൽബിയത്ത്. നമ്മൾ നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെയും ചൊല്ലി അവിടെ നമ്മൾ ഹറമിൻ്റെ അടുത്ത് റൂമിൽ ഒരു പക്ഷേ റൂം പോയി സാധനമൊക്കെ വെച്ച് ഫ്രഷായിട്ടായിരിക്കും ഉംറക്ക് പോകുക. അപ്പോഴൊക്കെയും ഈ തൽബിയത്ത് കൂടെ ഉണ്ടാകണം. അവിടുന്ന് അവിടെ ഹറമിൽ ചെന്ന് നേരെ 1ാമത്തേന് തഹിയ്യത്തില്ല, തവാഫാൻ തഹിയ്യത്തൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? കേട്ടില്ലേ?
നേരെ നമ്മൾ ചെല്ലുമ്പോഴുള്ള ഒന്നാമത്തെ പള്ളിയിൽ കയറുമ്പോൾ സ്ഥിരമായി പള്ളിയിൽ കയറുമ്പോൾ 2 റക്അത്ത് നിസ്കാരമുണ്ട് അല്ലേ. പക്ഷേ ഉംറക്ക് വേണ്ടി പോകുമ്പോൾ ഹറമിലേക്ക് ആദ്യം ചെല്ലുമ്പോൾ എന്താ തഹിയ്യത്ത്? തവാഫാണ്, അല്ല തഹിയ്യത്ത് നിസ്കാരം വേറല്ല. അപ്പോൾ ആ കഅബ കാണുന്നത് വരെയും തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം നമ്മൾ. അത്രയും പാപങ്ങൾ നമ്മളത് പുറത്തുവരും. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ച കാര്യമാണ്. അത് ഉറക്കെ ചെല്ലണം എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലോട് വന്നിട്ട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ആ കാര്യത്തിൽ സ്ത്രീകൾ പുരുഷന്മാരെ പോലെ തന്നെ ചെയ്യുക, ശബ്ദം കുറച്ചൊന്ന് താഴ്ത്തണം എന്ന് മാത്രം. നമ്മൾ ചൊല്ലിയാലേ നമുക്കുള്ള കൂലി കിട്ടുള്ളൂ. ഓരോ കാര്യങ്ങളും നമ്മൾ സ്വന്തം ചെയ്തെങ്കിൽ നമുക്കുള്ള കൂലി കിട്ടുള്ളൂ. പിന്നെ നമ്മളുടെ ആരോഗ്യം പോകാൻ വേണ്ടി ആരോഗ്യം പരമാവധി ശ്രദ്ധിക്കുക. എനിക്ക് സൂചിപ്പിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളുടെ തൊട്ടടുത്ത് പള്ളി ഉണ്ടെങ്കിൽ, തൊട്ടടുത്ത് പറഞ്ഞാൽ 10 മിനിറ്റ് നടന്നാൽ എത്താവുന്ന പരിധിയിൽ പള്ളി ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മളുടെ ആ 5 വക്തിന് കഴിയുന്നതും 5 വക്തിനും ആ പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കാൻ ശ്രമിക്കുക. തൊട്ടടുത്ത് ഇപ്പോൾ തൊട്ട് മുറ്റത്തൊരു പള്ളി ഉണ്ടാകും, ഒരു പക്ഷേ അതിൽ നമ്മളെ കയറ്റാത്ത പള്ളിയായിരിക്കും. കുറച്ചപ്പുറത്ത് പോയാൽ ഒരു 10 മിനിറ്റ് അപ്പുറത്ത് പോയാൽ വേറെ പള്ളി ഉണ്ടാകും, അവിടേക്കോ ഏതായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ യാത്ര പോകുന്ന വഴിയിലൊക്കെ പള്ളിയിൽ കയറി പള്ളിയിലേക്ക് നടന്ന് നമ്മൾ ശീലിക്കുന്നതിനാണ് ഈ പറഞ്ഞ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ നടക്കേണ്ടി വരും ഡെയിലി നിസ്കാരത്തിന് ഹറമിൽ പോകാൻ. അതുകൊണ്ട് തൊട്ടടുത്ത പള്ളിയിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ജമാഅത്തിന് പോകാൻ വേണ്ടി പരിശീലിക്കുക. ദിവസവും കുറച്ച് നടക്കാൻ. വീട്ടിൽ തീരെ നടക്കാത്തവരായിരിക്കും നമ്മൾ. പക്ഷേ അവിടെ ചെന്നിട്ടൊക്കെ നടക്കൽ ഒരു നിലക്കും വേറൊരാളും കജിരിച്ചു കൊണ്ടാൻ കഴിയില്ലല്ലോ. ഒരാൾ അവനാൻ്റെ കാലുണ്ടെങ്കിൽ നടക്കണം. അതുകൊണ്ട് നടത്തം ശീലമാകാൻ നമ്മൾ ഇപ്പോഴേ ജമാഅത്ത് നമസ്കാരത്തിന് പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മളുടെ വീട്ടിൽ ഏറ്റവും കുറഞ്ഞ മഗ്‌രിബും ഇശാവും സുബഹിയെങ്കിലും ജമാഅത്തിൽ പങ്കെടുക്കുക. നിങ്ങൾക്കറിയാലോ നമ്മൾ പോകുന്നത് ഹജ്ജിൻ്റെ ദിവസങ്ങൾ നിങ്ങൾ 6 ദിവസമുള്ളൂ കേട്ടില്ലേ. നിങ്ങൾ 6 ദിവസമുള്ളൂ, 40 ദിവസം നമ്മൾ അവിടെ നിൽക്കുക. അപ്പം അത്രയും ദിവസം എന്താ പിന്നെ ഉള്ളത്? ഹറമിൽ നിസ്കാരത്തിന് പോകുക എന്നുള്ള നല്ല കാര്യപ്പെട്ട പണിയല്ലേ. ഹറമിലെ നിസ്കാരത്തിന്, മസ്ജിദുൽ ഹറമിൽ നിസ്കാരത്തിന് ഒരു വക്തിൽ പങ്കെടുത്താൽ എത്ര കൂലി ഉണ്ടെന്ന് പറഞ്ഞ്? 1,00,000 ഇരട്ടി. അത് ഒരു ലൊഹർ നമ്മൾ നിസ്കരിക്കുന്നതിന് പകരം 1,00,000 ലൊഹർ നിസ്കരിക്കുന്ന കൂലിയാണ് അവിടെ ഒരു നിസ്കാരത്തിൽ പങ്കെടുത്താൽ കിട്ടുക. അതുകൊണ്ട് തന്നെ ആ ഒരു നിസ്കാരം നഷ്ടപ്പെടാതിരിക്കാൻ പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം. അതിനുവേണ്ടി ഞാൻ എൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയണത്. നമ്മൾ പിന്നെ ഈ അസുഖം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ നടത്തണം. അസുഖം വരാതിരിക്കാൻ എന്തായിരുന്നാലും ഇത്രയും കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ളൊരു നാട്ടിലേക്ക് നമ്മൾ പോകണം. ഒരിക്കലും ആ കാലാവസ്ഥ നമുക്ക് പരിചയമുള്ളതല്ല. അസുഖം വരും. അപ്പോൾ വരുന്നത് അള്ളാഹു തന്നെ നമ്മൾ അനുഭവിക്കണം. പക്ഷെ നമ്മൾ സ്വന്തം വരുത്തരുത്. നമുക്ക് സ്ത്രീകൾക്കുണ്ടല്ലോ വസുവാസാണ്. ഇപ്പം എൻ്റെ കൂടെയൊക്കെ അങ്ങനെ പോകുന്ന ആൾക്കാർ ഒരാൾ പറഞ്ഞ്, നമ്മൾ എയർപോർട്ടിലൊക്കെ കുറേ നിരങ്ങി നിന്ന് ഉറക്കൊഴിച്ച് അതൊന്നും ചളിയും പൊടിയൊക്കെ ആയിരുന്നു. എനിക്ക് ഭയങ്കര വസുവാസമാണ്. ഞാൻ വന്നിട്ട് നന്നാക്കി ഒന്നിനെ കുളിച്ചെന്നാ അവിടെ ചെന്നിട്ടേ നന്നാക്കി ഒന്ന് കുളിച്ചതിന് കുറ്റമൊന്നുമില്ല. പക്ഷെ എന്തുണ്ടായി അറിയോ? ഒരാഴ്ച ഹറമക്കന്നെ വരാൻ പറ്റിയില്ല. അപ്പം ആ ജാതി വസ്വാസം നമുക്ക് ഉണ്ടാകരുത്. ഞാൻ പറയാറുള്ളത് അതിൻ്റെ അഭിപ്രായമായിട്ട് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയാം കേട്ടോ. ഒരു 2 ദിവസങ്ങൾ തല നനക്കരുത് ഞാൻ പറയാം. മേലൊക്കെ കഴുകിയ ഡ്രസ്സൊക്കെ നിങ്ങൾ മാറ്റിക്കൊണ്ട് 2 ദിവസങ്ങൾ തല നനക്കാതിരിക്കുക. അതല്ലെങ്കിൽ അവിടെ എവിടെയും ചൂടുവെള്ളം ഉണ്ടാകും, എല്ലായിടത്തും ചൂടുവെള്ളം ഉണ്ടാകും. അപ്പോൾ ഒരു രാത്രി എല്ലാവരും കടന്നതിന് ശേഷം ബാത്റൂം ഒഴിവാകുമ്പോൾ ഒരു പാട്ട ചൂടുവെള്ളം എടുത്തേക്കുക. അത് രാവിലേക്ക് തണുക്കുമല്ലോ, ആ വെള്ളം കൊണ്ട് തല കഴുകുക. വലിയ വസ്വാസമുള്ളവരാണെങ്കിൽ അതല്ലെങ്കിൽ 2 ദിവസം തല നനക്കരുത്. ഞാൻ ഒരു 4-5 പ്രാവശ്യം പോയിക്കണം. അതിൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞതാണ്. ഞാൻ അത് 3 പ്രാവശ്യം പോയി 4-5 ഉംറ ചെയ്തു. അപ്പോൾ ഞാൻ അനുഭവം കൊണ്ട് പറഞ്ഞതാണ്. അധികം ആളുകളും ഈ കുരച്ചും തുപ്പിയും ഹറമിലെ ഓരോ ലക്ഷം 5ഉം 10ഉം ലക്ഷമാണ് കളയണത്. മനസ്സിലായോ? 2 ദിവസം ഹറമക്ക് പോകാമെന്നാൽ എത്ര ലക്ഷം പോകും? 10 ലക്ഷം നഷ്ടമല്ലേ? അപ്പം അതുകൊണ്ട് ആ പൊട്ടത്തരത്തിൽ നമ്മൾ പെടരുത്. ഒരു 2 ദിവസം നിങ്ങൾ നനക്കാതിരിക്കുക. എന്നിട്ട് പിന്നെ പോരാത്തതിനുള്ള മരുന്നുകൾ ഇവിടുന്ന് ഇപ്പം ഞാൻ ഇന്നലെ മുന്നാന്ന് തുടങ്ങിയ ദോഷം നാട്ടിൽ നിന്ന് ഇംഗ്ലീഷ് മരുന്നൊന്നും കുടിച്ചാൽ ഔലധി കുടിച്ചിട്ടില്ല. ചുക്കുംകുരുളകൊക്കെ തിളപ്പിച്ച വെള്ളം കുടിച്ച് മൂർത്താവിൽ പൊടിരുമ്പി അങ്ങനെ ഒരു 2 ദിവസം മതി. 3-4 ദിവസം മുതൽ മാറും. നാട്ടിലങ്ങനെ മതി. അവിടെ ചെന്ന് അതിനൊന്നും നിൽക്കരുത്. നിങ്ങൾ സമാധാനത്തിന് ചുക്കുംകുരുളകും തീപ്പല്ലിയും കൽക്കണ്ടൊക്കെ കൂട്ടിപ്പൊടിച്ച പൊടി കയ്യിൽ പിടിച്ചോണ്ടി. പക്ഷേ അതുകൊണ്ട് മാത്രമാവില്ല. ജലദോഷം പിടിച്ചാൽ ജലദോഷത്തിന് തന്നെ മരുന്ന് കുടിച്ചണം.
ഇംഗ്ലീഷ് മരുന്ന് തന്നെ കുടിക്കും വേണം, കാത്തിക്കാൻ നേരില്ല, അടുത്ത ലക്ഷം പോകരുത് നമുക്ക്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പം ജലദോഷത്തിന് വേറെ മരുന്ന് കാണും, കഫത്തിന് വേറെ മരുന്ന് കാണും, കുരക്ക് വേറെ മരുന്ന് കാണും. ഒന്നിൻ്റെ ഒന്നും മതിയാകൂല. അവിടെ നമ്മൾ പരീക്ഷിക്കാൻ പോണതല്ല, നമ്മളെ വിലപ്പെട്ട സമയമാണ്. അപ്പോൾ ഓരോന്നിനും മരുന്ന്, വയറിളക്കത്തിന് അതൊക്കെ അവിടുന്ന് വരും. നമുക്ക് ഇവിടുന്ന് ശീലമുള്ള ഭക്ഷണമല്ല, എന്തെങ്കിലും ആയിട്ട് വയറിളക്കം വരും. അതിനൊക്കെയുള്ള വേറെ വേറെ മരുന്നുകൾ എഴുതി വാങ്ങിയൊക്കെ തന്നെ ചീട്ടും കയ്യിലച്ചുകൊണ്ട് ജലദോഷം പിടിക്കാന്ന് കണ്ടാൽ അതിനുള്ള മരുന്ന് വേഗം കുടിക്കണം. കഫക്കെട്ടിന്, കഫം ഉണ്ടായാൽ നമുക്ക് എന്താ പ്രശ്നം അറിയോ? കുരക്കും, കുരച്ചാൽ മൂത്രം പോകും. നമ്മളല്ലേ വസുവാസല്ലേ, ഒന്ന് മോറിഞ്ഞാൽ എത്ര കിലോമീറ്റർ പോകണം ബാത്റൂമൊക്കെ, എത്ര ദൂരമുണ്ട്. അപ്പം അതുകൊണ്ട് കുരക്കൊക്കെ വന്നാൽ അപ്പം തന്നെ മരുന്ന് കുടിക്കാൻ ജലദോഷം വന്നാൽ ഈ സാധനമൊക്കെ കൊണ്ടുപോകാം. പിന്നെ വളരെ നല്ല ഒരു മരുന്നായിട്ട് അങ്ങനെ ആളുകൾ പറയുന്നുണ്ട്. ഒരു സബ്സം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ഈ ആയുർവേദത്തിൽ. സബ്സം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ മണക്കാനും മെല്ലെ ഇങ്ങനെ കൈമലാക്കിയിട്ട് മണപ്പിക്കാനൊക്കെ വളരെ നല്ല ഫലവേഗം കഫൊക്കെ ഇറങ്ങി പോകുന്നൊക്കെ പറയുന്നുണ്ട്. ഏതായിരുന്നാലും അതൊക്കെ നിങ്ങൾ കൂടെ കരുതിക്കളോണ്ടി. അസുഖത്തിന് ഇംഗ്ലീഷ് മരുന്ന് തന്നെ കൊണ്ടുപോകണം, അത് തന്നെ ഉപയോഗിക്കും വേണം, കാത്തിക്കരുത്. പിന്നെ സബ്സം എന്നാണ് അതിൻ്റെ പേര്, സബ്സം. അവർ നല്ല ഫലമുള്ളൊരു, പിന്നെ ഭയങ്കര ഈ യുക്കാലിപ്സ് പോലെ ഭയങ്കര സാധനമാണ് എന്ന് പറയണ്ട എല്ലാവരും. പിന്നെ നമ്മളെ വിഷയം മാത്രം അത് നമ്മളെ മെൻസസ്. ഇപ്പോൾ ഞാനൊരിക്കൽ പോയപ്പോൾ ഒരു ഗ്രൂപ്പ് വന്നിരുന്നു, ഉംറക്ക് വന്നതാണ്. ആ ഗ്രൂപ്പ് 6-7 ദിവസം കഴിഞ്ഞിട്ട് ഓല് മദീനത്തേക്ക് പോകുകയാണ്. അപ്പോഴാണ് വൈസ് ചാൻസലർ വഴിയിൽ നിന്ന് എന്നെ കണ്ട്. അപ്പോൾ ഞങ്ങളെ ഗ്രൂപ്പിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, ഞങ്ങൾ അവിടുന്ന് വരുവച്ചു. അങ്ങനെ ഒരു പെണ്ണിനെ എൻ്റെ അടുത്തേക്ക് ആക്കി തന്നത് നമ്മളെ ഒരു സഹോദരി. അപ്പം അത് വന്നിട്ട് 6-7 ദിവസം കഴിഞ്ഞ് ഓരോ ഗ്രൂപ്പ് മദീനത്തേക്ക് പോകുക. ആ പെണ്ണിനെ ഉംറ ചെയ്യാൻ പറ്റിയിട്ടില്ല, അത്രയും ദിവസമായിട്ട് ഉംറ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം എന്താണ് അത് ചോദിച്ചു നോക്കുമ്പോൾ അതിനൊരു മഞ്ഞ കളറ്, ഒരു ചളി കളറ് എല്ലാ ദിവസവും അങ്ങനെ കാണുകയാണ്. അപ്പം അത് കാരണം അതെന്നും ബാക്കിയുള്ളവർ പോകുമ്പോൾ ഹറമ് പോകും, മുറ്റം വരെ പോകും, കുറേ അവിടെ പോയി മടങ്ങോളം ഒളിച്ച് കുത്തിർക്കും, എന്നിട്ട് മടങ്ങിപ്പോരും. അപ്പം എന്താ കാരണം? അതിന് അത്രയും ദിവസം മെൻസസ് അല്ല, അത് മെൻസസ് അല്ല. അപ്പം നമ്മൾ എന്താ പറയുക പറയണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഒരു സഹാബ വനിത വന്നു. അവർ പറഞ്ഞു, പ്രവാചകരെ എനിക്ക് ഭയങ്കര രക്തം പോക്കാണ്, അപ്പം എൻ്റെ നിസ്കാരം നോമ്പും എന്താ ചെയ്യുക? ഓല് ചോദിക്കുന്നത് അങ്ങനെയാണ്. നല്ല ഭയങ്കര രക്തം പോക്കുള്ള ആൾക്ക് നിസ്കാരം നോമ്പുണ്ടെന്ന് ഓൽക്ക് മനസ്സിലാക്കി സംശയിക്കണ്ടോല്. നമുക്ക് അത് തടിമെന്ന് പോയാൽ പിന്നെ എന്ത് നിസ്കാരം എന്നല്ലേ നമ്മൾ പറയാം. നിസ്കാരം നോമ്പ് എന്താ ചെയ്യേണ്ടത്? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇജ് തുണി വെച്ചോക്ക് അതിലൊതുങ്ങുമെന്ന്. അപ്പം അതുകൊണ്ടൊന്നും ഒതുങ്ങൂല പ്രവാചകരെ. പഞ്ഞി വെച്ചോക്ക്, പഞ്ഞുകൊണ്ടും ഒതുങ്ങൂല, അത്രയും. അപ്പം തീർച്ചയായും അതൊരു ഞരമ്പ് രോഗമാണ്, അത് മെൻസസ് അല്ല. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഈ സാധാരണ നിൻ്റെ ഇളയമാർക്ക് മൂത്തന്മാർക്ക് എന്നുള്ള രൂപത്തിൽ സാധാരണ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പോലെ. പിന്നെ റസൂലുള്ളാഹി പറഞ്ഞു, അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, മെൻസസിൻ്റെ ബ്ലഡ് എന്ന് പറഞ്ഞാൽ കറുപ്പ് കളറാണ്. കറുപ്പ എന്താണ്? എന്താ മുത്തനബിയെ പറഞ്ഞു? മുത്തനബിയനാണല്ലേ. മുത്തനബി വെറുതെ ഹവ, സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും സംസാരിക്കുക. അള്ളാഹു വഹി കൊടുത്താൽ അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കൂല. അപ്പം എന്തുകൊണ്ടാണ് മുത്തനബി മെൻസസിൻ്റെ ബ്ലഡ് കറുപ്പെന്ന് പറയാൻ അസുഖം എന്നുള്ള പദം ഉപയോഗിച്ച ഹദീസിൽ? എന്താ കാരണം? ചോപ്പ് കട്ടിയായിട്ടിങ്ങോട്ട് കറുപ്പ് കളറായിട്ട് നമുക്ക് തോന്നും അല്ലേ? അപ്പം അത് മെൻസസിൻ്റെ രക്തത്തിൻ്റെ സ്വഭാവം. സാധാ ബ്ലഡ് കറുപ്പാണോ? സാധാ രക്തം കറുപ്പാണോ? അല്ല, ചുവപ്പല്ലേ? അപ്പം മെൻസസിൻ്റെ ബ്ലഡ് കറുപ്പാണ്. മാത്രമല്ല അതിൻ്റെ കട്ടി, ഭയങ്കര കട്ടി. അത് ഇവിടെ ആയാലും അവിടെ തന്നെ എത്തും അല്ലേ? സാധാ ബ്ലഡ് ആണെങ്കിലോ ഇവിടെ മുറിഞ്ഞാൽ ഇവിടെ എത്തും ചോര അല്ലേ? ആ ഒഴുകൽ മെൻസസിൻ്റെ ബ്ലഡ് ഒഴുകോ? ഇല്ല. മറ്റൊന്ന് അതിനൊരു വൃത്തികെട്ട മണമാണ് അല്ലേ മെൻസസിൻ്റെ ബ്ലഡിന് അല്ലേ? മറ്റേ സാധാ ചോരക്ക് അങ്ങനത്തെ വൃത്തികെട്ട മണം ഉണ്ടാവില്ല. അപ്പം ഇതൊക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ സ്ത്രീയോട് പറഞ്ഞത് ഇത് നോക്കി നിങ്ങൾക്ക് വേർതിരിക്കാം. മാത്രമല്ല ഇന്ന് നമുക്ക് ഡോക്ടർമാരെ കാണിച്ച് ഡോക്ടർമാർ അതിന് നിൽക്കാൻ വരുന്നില്ല, ഉണ്ടോ? ഇല്ല. അതങ്ങനെ പോകൽ തന്നെയാണ്, നിൽക്കാനുള്ള തുടക്കാണ് ഇതൊക്കെ മാറണേ, പക്ഷെ മരുന്ന് തരലില്ല. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നിനക്ക് ഇത് രോഗമാണ് നിൻ്റെത്, ഇത് വെറും മെൻസസ് മാത്രമല്ല. അപ്പോൾ ഏകദേശം ഈ അടയാളങ്ങളെ നോക്കി മെൻസസിൻ്റെ ദിവസം നീ വേർതിരിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് 6 or 7 ദിവസം മെൻസസ്സായി നീ വേർതിരിച്ച് കൂട്ടിയിട്ട് ബാക്കിയുള്ള ദിവസം 8ാമത്തെ ദിവസം അല്ലെങ്കിൽ 7ാമത്തെ ദിവസം നീ നെയ്യത്ത് വെച്ച് ശുദ്ധീകരിക്കാനുള്ള നെയ്യത്ത് വെച്ച് കുളിച്ച് നീ നിസ്കാരം നോമ്പും ബാക്കിയുള്ള ഒക്കെ തുടങ്ങണം. എന്താ ചെയ്യുക? ഒന്നുകിൽ രാവിലെ നമ്മളിപ്പോൾ ഒരു കുളി നിയന്ത്രിച്ചൊരു കുളി കുളിക്കുക. എന്നിട്ട് ഓരോ വക്കത്തിനും പ്രത്യേകം ഈ പാഡ് മാറ്റി, ഈ തുണി മാറ്റി കഴുകി പുതിയ തുണി വെച്ചിട്ട്
ഒന്നുണ്ടാക്കി നിസ്കരിക്കണം. അതുള്ളൂ ഇങ്ങനത്തെ ആളുകൾക്കുള്ള പ്രശ്നം. എന്താണ് ഓരോ ഭക്തനും നമുക്കിപ്പോൾ സാധാരണയാണെങ്കിൽ നമ്മൾ ദുഹറിന് ഒന്നുണ്ടാക്കി അതുകൊണ്ട് തന്നെ നമുക്ക് അസ്ർ നിസ്കരിക്കാം അല്ലേ, അല്ലെങ്കിൽ മഗ്‌രിബിന് ഒന്നുണ്ടാക്കി അതുകൊണ്ട് തന്നെ ഇശാ നിസ്കരിച്ചൂടെ. ഇങ്ങനത്തെ ആൾക്കാർക്ക് അത് പറ്റൂല. ഓരോ നേരം വേറെ വേറെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്നുണ്ടാക്കി നിസ്കരിക്കണം. കുളി ഒന്ന് ഒഴിച്ചാൽ മതി. മറ്റൊരു അഭിപ്രായം സസ്യനും പറഞ്ഞത് റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടം സുബഹിക്കൊരു കുളി വിളിക്കുക, എന്നിട്ട് ദുഹറിനും അസ്റിനും കൂടി ഒരു കുളി വിളിക്കുക, എന്നിട്ട് മഗ്‌രിബിന് ഇശാനും കൂടി കുളി വെക്കുക. അതാണ് എനിക്കിഷ്ടമെന്ന് ഉത്തരവ് പറഞ്ഞു. പക്ഷെ നിങ്ങൾ ആരും എടുക്കാൻ നിൽക്കണ്ട. കാരണം നമുക്ക് അതിനുള്ള ആരോഗ്യമല്ല. ഒരു ദിവസം 3 വട്ടം കുളിച്ചാൽ എന്നുള്ള ആരോഗ്യം നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് മുത്തനബി ആദ്യം പറഞ്ഞ മറ്റേ ഓപ്ഷൻ എടുക്കുക. എന്താണ്? ഒരു കുളി കുളിക്കുക ഒരു ദിവസം, എന്നിട്ട് ശുദ്ധീകരിക്കാനുള്ള ഒരു കുളി. പിന്നെ നമ്മൾ ഓരോ വക്തിനും വേറെ വേറെ പുതിയത് ആ കഷ്ണം മാറ്റിയിട്ട് നമ്മൾ പുതിയ ഒന്നുണ്ടാക്കിയിട്ട് നിസ്കരിക്കണം. അപ്പം ആ സ്ത്രീക്ക് അപ്പോഴും തടിമെന്ന് പോണ്ട്, അപ്പോഴും പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ നിസ്കരിക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സ്ത്രീക്ക് എന്നോ ഉംറ ചെയ്യാമായിരുന്നു. 7 ദിവസം അല്ലേ? 7 എത്രയാണ്? 35 ലക്ഷമാണ് അതിന് പോയത്. ആലോചിങ്ങൾ വിവരക്കേട് കാരണം. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ക്ലാസ്സിന് പറയാൻ വരുന്നത്. ഹജ്ജിന് പോകുകയാണ്, നിങ്ങൾ ഉംറക്ക് പോകുകയാണ്, ഇത്തരം അബദ്ധങ്ങൾക്കും ഇസ്ലാമിൽ നിർദ്ദേശം ഉണ്ടായിരിക്കും. അത് പഠിക്കാത്തതിൻ്റെ പേരിലാണ് ഈ നഷ്ടങ്ങളൊക്കെ വന്നത്. അപ്പം അത്രയധികം മെൻസസ് അല്ല. പിന്നെ വേറൊരു സഹാബ എന്താ വന്നിട്ട് പറഞ്ഞു, പ്രവാചകൻ എനിക്കിങ്ങനെ വല്ലാതെ പോവുകയാണ്. അപ്പം ആ സ്ത്രീക്ക് കുറച്ച് പ്രായമായിട്ട് പിന്നെയാണ് അങ്ങനെ പോകാൻ തുടങ്ങിയത്, കുറച്ചും കഴിഞ്ഞിട്ട്. അപ്പം റസൂലിന്റെ നിർദ്ദേശങ്ങളിൽ കാണാം. അപ്പം പണ്ട് എങ്ങനെയായിരുന്നു? അപ്പം എത്ര ദിവസം, 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം അത്ര ഉണ്ടാവുള്ളൂ. എങ്കിൽ ഇപ്പം ഈ ഫെബ്രുവരി 3-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ഉണ്ടാകണമെന്ന് കൂട്ടുക, സാധാരണ ഉണ്ടാകല്. ഇപ്പോൾ 15 ആയാലും 20 ആയാലും നിൽക്കൂല. എങ്കിൽ എത്ര വരെ കൂട്ടണം മെൻസസ്? 3 to 10 വരെ മെൻസായിട്ട് കൂട്ടുക. ബാക്കി കുളിച്ച് നിസ്കാരം തുടങ്ങുക, ഈ പറഞ്ഞപ്പോൾ നിസ്കാരം തുടങ്ങുക. ഇങ്ങനെയാണെങ്കിൽ ഓൽക്ക് അത്രയും ലക്ഷങ്ങൾ നഷ്ടപ്പെടില്ല. അത് അസുഖമാണ്, മെൻസസ് അല്ല. ഉറപ്പായോ? അത് ഉറപ്പായിട്ടുണ്ടാവില്ല അല്ലേ? അത് മെൻസസ് അല്ല, അത് അസുഖമാണ്. റസൂലുള്ളാഹിന്റെ ഒരു ഭാര്യ, റസൂൽ സ്വലമയുടെ ഒരു ഭാര്യ ഇത്തിക്കാഫിരുന്നിരുന്നു പള്ളിയിൽ. ഒരു ഭാര്യ പള്ളിയിൽ ഭജനം ഇരിക്കുക റമദാനിലെ അവസാനത്തെ 10 അവർക്ക് ഈ അസുഖമുള്ള ആളെ, എന്ത് രക്തം പോക്ക് അസുഖമുള്ള ആളായിരുന്നു. അവർ അടിയിലൊരു പാത്രം വെക്കുന്നു. എന്താണ്? ചിലപ്പോൾ അങ്ങോട്ടോ ഒക്കെ ചെരിയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ആയി പോകാൻ, അത് പള്ളിയിലാകാതിരിക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ചിരുന്നു. അവർ റസൂൽ വസല്ലം ഇവിടെ ഇരിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. നമ്മളെ പറഞ്ഞു, നമ്മൾ റസൂലുള്ളാഹി സ്വല്ലം എന്ത് ചെയ്തു എന്ന് നമ്മൾ പരിശോധിക്കേണ്ട. ആൾക്കാർ എന്ത് പറയുന്നില്ല, റസൂലുള്ളാഹി സ്വല്ലം എന്ത് ചെയ്തു എന്ത് പറഞ്ഞു നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇസ്ലാം ദീൻ വളരെ എളുപ്പമുള്ള മതമാണ്, അതിൽ പ്രയാസമില്ലാത്തതാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഹജ്ജിനും ഉംറക്കും പോകുമ്പോൾ വളരെ പ്രധാനമായി ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഗുളിക കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാവും. ഗുളിക കഴിക്കുന്നതിനെ കുറിച്ച് ഇസ്ലാമിൽ ഗുളിക കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ശർഈയായി പാടില്ല എന്നില്ല. പക്ഷെ എന്താ പ്രശ്നം? പല ആളുകൾക്കും അതുകൊണ്ട് ഇപ്പോൾ ഒരു ഉസൈമീൻ അതോ ഫൗസാൻ, രണ്ടിലേതോ ഒരു പണ്ഡിതൻ, ഇപ്പം ഇതുവരെ ഇപ്പം അടുത്ത കാലത്ത് ഇസ്ലാമിലെ ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതന്മാരാണത്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ പറയുക അത് കുടിക്കണ്ട എന്നുള്ളതാണ്. കാരണം ഞാൻ എൻ്റെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്തുക്കളായ ഡോക്ടർമാരോട് ചോദിച്ചു ഈ ഗുളികയെക്കുറിച്ച്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് അത് ഗർഭപാത്രത്തിനും നമ്മളെ ജനിച്ചു വരുന്ന കുട്ടിക്ക് ഭ്രൂണത്തിനൊക്കെയും അത് ദോഷം ഉണ്ടാക്കുന്നു എന്നാണ്. പിന്നെ മുസ്ലിങ്ങളല്ലാത്ത ഡോക്ടർമാരെ ക്ലാസ് കേട്ടോക്കി. അപ്പോൾ അവരും പറയണത് ഗർഭപാത്രത്തിന് ഇങ്ങനെ കട്ടി കൂട്ടി മെൻസസ് വരാതിരിക്കാനാണ് ഈ ഗുളിക ഫലം ചെയ്യുക, ആ പ്രവർത്തിക്കാൻ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് കഴിയണതും കുടിക്കാതിരിക്കലാന്ന് ഡോക്ടർമാരൊക്കെ പറയാം. എൻ്റെ കൂടെ ഞങ്ങൾ ഹജ്ജിനപ്പോൾ ഒരു ഡോക്ടറും ഭാര്യ ഉണ്ടായിരുന്നു. ഡോക്ടർ വൈഫിന് ഗുളിക കൊടുത്തിട്ടില്ല. അപ്പം എന്താണ്? അങ്ങനെയാണ്. എന്നാൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ തുടങ്ങുകയാണെങ്കിൽ, ഇപ്പം തന്നെ ഡോക്ടറെ കണ്ട് നിങ്ങളെ അവസ്ഥയൊക്കെ പരിശോധിച്ച് ഡോക്ടർക്ക് നിങ്ങളെ മരുന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി നിങ്ങൾ ശരീരം അത് സ്വീകരിച്ചാൽ കുഴപ്പമില്ല ചിലപ്പോൾ പോകുമ്പോഴേ. അപ്പോൾ മരുന്നിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് ഇസ്ലാമികമായി ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മളെ ശരീരവും ഡോക്ടർമാരാണ് പരിശോധിക്കുന്നത്. ഡോക്ടർ നിർബന്ധമായും പരിശോധിക്കണം. എന്നിട്ട് ഗുണകരമാകൂല എന്നുണ്ടെങ്കിൽ അതിനാണ് ഇപ്പം നേരത്തെ പറഞ്ഞത്. പോരുമ്പോഴും ഹജ്ജിൻ്റെ തവാഫ് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കും, മെൻസസ്സാണ്, ഇഹ്റാമിൽ പ്രവേശിച്ചു, ഹജ്ജ് ചെയ്തു എല്ലാ ഗ്രൂപ്പിലെല്ലാവരും പോരുകയാണ്, ഞമ്മക്കാണെങ്കിൽ ശുദ്ധിയായിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? എന്ത് ചെയ്യുന്നതാണ്? മെൻസസോട് കൂടി തോഫ് ചെയ്യാനാണ് പറഞ്ഞത്. മനസ്സിലായോ? ആ രൂപത്തിലാണ് അതിൻ്റെ വിധി പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഗുളിക കഴിക്കുന്ന ശരീരം അതിന് ശീലിച്ച ആൾക്കാർക്ക്, ഗുളിക ഒരു പ്രശ്നമില്ലാത്ത ആളുകൾക്ക് വേണമെങ്കിൽ അത് കുടിക്കാം. അതല്ലെങ്കിൽ ഒരു ഗുളിക അങ്ങനെയൊന്നും പരിശീലിക്കാത്ത ആളുകളാകുമ്പോൾ പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള ഇപ്പം തന്നെ നിങ്ങൾക്ക് ആലോചിച്ചൊക്കെ ഒരു മാസം നിങ്ങൾക്ക് പോണതിൻ്റെ സമയം ഉണ്ടാകും. അത് നോക്കി ഡോക്ടർ പരിശോധിച്ച് വിധി എഴുതിയതിന് ശേഷം മാത്രമേ ആ ഗുളികകൾ ഉപയോഗിക്കാവൂ എന്നുള്ളതാണ് ഏറ്റവും നല്ല ഉപദേശം. അപ്പം അതുകൊണ്ട് ഗുളികനെക്കുറിച്ച് അങ്ങനെയാണ് പറയാനുള്ളത്.
പിന്നെ ഈ ഇതുപോലെ തന്നെ ഈ പിന്നെ മെൻസസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ ശ്രദ്ധിക്കുക. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ സംശയങ്ങൾ എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. ചോദ്യം എന്ന് വായിക്കുക. ഹജ്ജിന് ഇഹ്റാം കെട്ടിയാൽ തലവേദനയ്ക്കുള്ള വിക്സ് ഇതുപോലത് ഉപയോഗിക്കാൻ പറ്റുമോ? അതിനൊന്നൊരു കുഴപ്പമില്ല കേട്ടോ. ചോദ്യം കേട്ടോ. തലവേദനയ്ക്കുള്ള വിക്സ് ഇഹ്റാം കെട്ടിയാൽ എന്തൊക്കെയാണ് പാടില്ലാത്തതെന്ന് ഇവിടെ പറഞ്ഞിരുന്നു അല്ലേ? എന്താണ്? ആ സുഗന്ധങ്ങൾ പാടില്ല. വിക്സ് ഒരു മരുന്നിൻ്റെ ഭാഗമാണ് അല്ലേ? അതിന് നമ്മളെ മരുന്ന് അതിൻ്റെ സുഗന്ധം നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്നതല്ല. വിക്സ് ചെറിയ അപ്പോൾ അത്ര സോപ്പൊക്കെ മനഃപൂർവ്വം നല്ല മണമുള്ള നമ്മൾ കുളിച്ചു കഴിഞ്ഞാലും പിന്നെയും അതിൻ്റെ മണം ബാക്കി നിൽക്കുന്ന രൂപത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അതല്ലാതെ കുളിക്കുമ്പോൾ സോപ്പ് ഉപയോഗിക്കാമല്ലോ. പുരുഷന്മാർ കുളിച്ച് ആ ശരീരത്തിൽ സുഗന്ധം പുരട്ടാം. വസ്ത്രം ധരിച്ചതിന് ശേഷം പിന്നെ വസ്ത്രത്തിലാണ് പാടില്ലാത്തത്. അപ്പോൾ വിക്സിൻ്റെ ചെറിയൊരു മണക്കുള്ളൂ. അതൊരു മരുന്നാണ്. നമുക്ക് മാത്രമായി അതിൻ്റെ മണം മാറ്റാൻ പറ്റുന്നതല്ല. അത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഹജ്ജിൻ്റെ ആദ്യത്തെ കല്ലേറ് കഴിഞ്ഞ് അറവ് കഴിഞ്ഞ ശേഷം പുരുഷന്മാർ തല മൊട്ടയടിക്കണം, സ്ത്രീകൾക്ക് മുടി മുറിക്കണോ? സ്ത്രീകൾക്ക് മുടി മുറിക്കണം. നമ്മളെ എല്ലാ മുടിയും കൂട്ടിപ്പിടിച്ചിട്ട് ഒരു വിരലിൻ്റെ അത്ര വലിപ്പം. എല്ലാ മുടിയും എന്ന് പറഞ്ഞാൽ അപ്പോൾ ചോദിക്കും ഇവിടെ മുതൽ വെട്ടണോ? അങ്ങനെ വേണ്ട. ഇവിടെ ഒക്കെ മുറിഞ്ഞ കുറേ വലിപ്പമില്ലാത്ത മുടി ഉണ്ടാവില്ല. നമുക്ക് അങ്ങനെയല്ല. അവസാന ഭാഗം അത് ഒന്നോ രണ്ടോ മുടി അല്ലെങ്കിൽ ഒരു ഇത്തിരി മുടി കൂട്ടിയാൽ പോരാളെ പറയുന്നത്. നമ്മൾ സാധാരണ അങ്ങനെ പിടിച്ചിട്ട് പിന്നെ ഈ അടിയിൽ വരൂലേ, അവിടുന്ന് ഒരു വിരലിൻ്റെ അത്ര മുറിക്കണം. അതതിൻ്റെ പ്രധാനപ്പെട്ട കർമ്മമാണ്. ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽപ്പെട്ടതാണ് മുടി മുറിക്കുക എന്നുള്ളതും പുരുഷന്മാർക്ക് മൊട്ടയടിക്കുക എന്നുള്ളതും. മനസ്സിലായല്ലോ? ആരും ചോദിച്ചാളെന്നുള്ളതല്ല കേൾക്കുമ്പോൾ. പിന്നെ മെൻസസിന് സമയത്ത് ഇഹ്റാം ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു ചോദ്യം. അതിന് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയണില്ല. കാരണം സാധാരണ പോലെ എല്ലാവരും ചെയ്യുന്ന പോലെ ഇഹ്റാമിന് വേണ്ടിയുള്ള കുളിയറിന് നെയ്യത്ത് വെച്ച് കുളിക്കുക. നമ്മൾ ആ കുളിക്കുമ്പോഴുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നഖം, അതുപോലെ കക്ഷരോമം, ഗുഹ്യരോമം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അതൊക്കെ സാധാരണ പോലെ എല്ലാവരെ പോലെ ചെയ്യാം. അത് ചോദിക്കാൻ ചിലപ്പോൾ കാരണം ഉണ്ടായിരിക്കാം. മെൻസസ് ഉണ്ടാകുമ്പോൾ മുടി കളയാൻ പാടില്ലല്ലോ, നഖം മുറിക്കാൻ പാടില്ലെന്നൊക്കെ അല്ലേ? അപ്പോൾ അതൊന്നും ഇസ്ലാമികമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊന്നും നിരോധിച്ചിട്ടില്ല. നമ്മളൊക്കെ പഠിച്ചറിഞ്ഞതിൻ്റെ പോരായ്മയാണ് അതൊക്കെ. മെൻസസ്സുകാരിയുടെ മുടി ചീകുമ്പോൾ പോണ മുടി ഒരു പ്രശ്നമല്ല. സാധാരണ മുടി ഒരു ദിവസം ഇത്ര മുടി കൊഴിയാന്നുള്ള സ്ഥിരം മുടി കൊഴിയും. അതെങ്ങനെ നമ്മൾ കെട്ടിപ്പാച്ചിട്ടുണ്ടല്ല, അത് അഴിക്കുമ്പോൾ കൊഴിയും. അത് സ്ഥിരമായി കൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. അത് മെൻസസ്സുള്ള ദിവസം മുടി ഉണ്ടെങ്കിൽ ഇസ്ലാമിക റസൂൽ നിർദ്ദേശം വലിയൊക്കരിംഹുന, മുടിയുള്ള ആളുകൾ ആ മുടിയെ ബഹുമാനിക്കട്ടെ എന്നാ. അത് പിന്നെ വൃത്തിയായി അതിൻ്റെ ചളിയൊക്കെ കളഞ്ഞ് ചീകി ഒതുക്കി മടഞ്ഞിട്ട്, അതൊക്കെ ഇസ്ലാമിൻ്റെ മര്യാദ. മരിച്ച മയ്യത്തിന് കേട്ടില്ല നിങ്ങൾ? മുടഞ്ഞിടണ്ടേ മുടി? മരിച്ച മയ്യത്തിൻ്റെ മുടി മുടഞ്ഞിടണം അല്ലേ? അപ്പം മുടിയൊക്കെ വൃത്തിയായി കൊണ്ടിരിക്കുന്നത് സ്ഥിരം ശീലാണ്. അത് മെൻസസ്സുകാർക്കും മുടി ചീകി കളയാം. ചീകി ആ വീഴുന്ന മുടി പോയിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല ഇസ്ലാമിൽ. പിന്നെ പണ്ടത്തെ ആളുകളെ പോലെ അത് ഇപ്പം നമ്മൾ വെറുതെ വലിച്ചിടലാണ്. അതൊരു നല്ല ശീലമല്ല. അടുക്കളയിൽ ഭക്ഷണത്തിലൊക്കെ അങ്ങനെ ഉണ്ടാകലുണ്ടല്ലോ ഇപ്പം മുടിയില്ലേ? പണ്ട് മുടിയൊന്നും ഭക്ഷണത്തിൽ ഉണ്ടാവില്ല. ഉണ്ടാകുമോ? ഉണ്ടാവില്ല. ഭയങ്കര ശ്രദ്ധയായിരുന്നു. ശ്രദ്ധിക്കണമെന്നല്ല, പക്ഷെ മുടി കൊഴിയുന്ന പേടിച്ചിട്ട് മുടി ചീകാതൊക്കെ ആവശ്യമില്ല. മെൻസസ്സുകാരിക്കും ചീകാം. അതുപോലെ നഖം മുറിക്കണം, കക്ഷരോമങ്ങളൊക്കെ മെൻസസ്സുകാരിക്കും അവർ ഇഹ്റാം ചെയ്യുന്ന എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യണം. മെൻസസിൻ്റെ കാര്യങ്ങൾ നമ്മൾ സാധാരണ ചെയ്യും പോലെ ശ്രദ്ധിക്കുക. പിന്നെ ചിലർ 4 റക്അത്ത് നമസ്കരിക്കും എന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് നമുക്ക് അയാളെ ഇമാമാക്കി റക്അത്ത് ചുരുക്കി നമസ്കരിച്ചു കൂടെ? പാടില്ല. കേട്ടോ? ചോദ്യം കേട്ടില്ലേ? നമ്മളെ ജനത്തിൽ തന്നെ വേറെ പല ആൾക്കാരും പിന്നെ എന്തിനാപ്പോൾ നമുക്ക് ഇവിടെ വെറുതെ ഉത്തരിക്കല്ലേ, നമുക്ക് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, 4 നിസ്കരിച്ചൂടെ എന്ന് ചോദിച്ചുകൊണ്ട് പല ആൾക്കാരും നിസ്കരിക്കും. അതല്ല, മുത്തനബി ചെയ്ത എത്രയാണ്? 2. മുത്തനബിയും സഹാബിമാരും 2 നിസ്കരിച്ചിട്ടുള്ളൂ. ഇവിടുന്ന് മിനയിൽ നിന്നാണ് കേട്ടോ ചോദ്യം. മിനയിൽ ടെമ്പിൽ നമ്മൾ പോയാൽ മുത്തനബി 2 റക്അത്ത് നിസ്കരിച്ചു. ലൊഹറിൻ്റെ സമയത്ത് 2, ലൊഹറിൻ്റെ ഒപ്പം അസ്ർ കൂട്ടൂല മിനയിൽ നിന്ന്. അത് അസറിൻ്റെ സമയത്ത് 2. നമുക്ക് അപ്പോൾ 4 റക്അത്ത് നിസ്കരിക്കുന്ന ആളുകളെ ഇമാമാണെങ്കിൽ അതിൻ്റെ പിന്നാലെ നമുക്ക് കൂടാൻ പറ്റില്ല. എന്താ കാരണം? ഇമാമ് എന്ത് ചെയ്തോ അതെന്നെ മഅ്മൂം ചെയ്യണം എന്ന് നിർബന്ധ. ഇന്നമാ ജുഅലൽ ഇമാമു ലിയുതമ്മ ബിഹി, ഇമാമിനെ നിശ്ചയിച്ചത് അയാളെ പിന്തുടരാൻ. അയാൾക്ക് തെറ്റിയാൽ നമുക്ക് കൽപ്പിച്ചു കൂട്ടി നമ്മൾ ആ തെറ്റ് ചെയ്യണമല്ലോ. കേട്ടില്ല നിങ്ങൾ? ഇമാമും ജമാഅത്ത് കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. ഒരു വക്ത് നമസ്കാരം നമ്മളെ വീട്ടിൽ നിന്ന് ഇപ്പോഴും നമ്മൾ നിസ്കരിക്കുമ്പോൾ ഒരു ലൊഹർ നിസ്കരിച്ചാൽ ആ ഒരു ലൊഹറിൻ്റെ കൂലി മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ഒറ്റക്കാണെങ്കിൽ. അത് നമ്മളമ്മാനെ, നമ്മളെ നാത്തൂനെ, നമ്മളെ മകളെ, മരുമകളെ, പേരക്കുട്ടിനെ ആരെങ്കിലും കൂട്ടി ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് വീട്ടിൽ നിസ്കരിക്കുമ്പോൾ ഒറ്റ ലൊഹർ കൊണ്ട് 27 ലൊഹർ നിസ്കരിച്ച കൂലി നമുക്ക് തരുമല്ല.
ഓരോ വക്തിനും അങ്ങനെ കിട്ടും. അപ്പം അതുകൊണ്ട് ജമാഅത്തായിട്ട് കാലാകാലം നമസ്കരിക്കാൻ പാടുള്ളൂ. 10-60 കൊല്ലല്ലേ നമുക്ക് ആയുസ് കിട്ടുള്ളൂ. അതിൽ തന്നെ എത്ര ദിവസം മെൻസായി പോയിക്കണേ നമുക്ക്, എത്ര പ്രസവിച്ച് കിടന്ന് പോയിക്കണേ നമുക്ക്, ബാക്കിയാണ് നമുക്ക് ചോദിക്കാനുള്ള അള്ളാനോട്. അപ്പം കിട്ടാവുന്നിടത്തോളം അങ്ങോട്ട് വാങ്ങാൻ നമ്മൾ നോക്കണ്ടേ, ഉള്ളത് കളയാനല്ല. അപ്പം കാലാകാലം ജമാഅത്തായിട്ട് നിസ്കരിക്കണ്ടേ. അതുപോലെ തന്നെ നമ്മൾ മിനയിൽ നിൽക്കുമ്പോഴും ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ഈ നിൽക്കുന്ന ആൾ റസൂലുള്ളാഹിന്റെ ചര്യ സ്വീകരിക്കാൻ 4 റക്അത്ത് നിസ്കരിക്കുമെന്ന് വാശിരിക്കുന്ന ആളെങ്കിൽ അയാളെ പിന്നെ നിസ്കരിക്കാൻ പറ്റാത്തതിന് കാരണം എന്താണ്? ഇമാം എന്ത് ചെയ്തോ അത് അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം. അപ്പം അയാൾ 4 നിസ്കരിച്ചാൽ നമ്മൾ 4 നിസ്കരിക്കണം. അതുകൊണ്ടാണ് അയാളെ കൂടണ്ടെന്ന് പറയാൻ കാരണം. മനസ്സിലായോ? അപ്പം അയാളെ കൂടാൻ പറ്റില്ല. നമ്മൾ അയാളത് കഴിഞ്ഞിട്ട് ഒരേ സമയത്ത് 2 ജമാഅത്ത് ഉണ്ടാകുന്നത് 2 കൂട്ടരുടെയും നിസ്കാരത്തിന് ശ്വാസം ഉണ്ടാക്കാൻ കാരണം. അപ്പം അതുകൊണ്ട് ഓൽതാൻ കഴിഞ്ഞ് 5 മിനിറ്റ് കാത്തുന്നാൽ മതിയല്ലോ. ഇപ്പുറത്തെ നമുക്ക് നമ്മൾ 2 റക്അത്ത് നിസ്കരിക്കുന്ന ആളുകളെ കൂട്ടി നമുക്ക് നിസ്കരിക്കണം എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. ഇമാമിന് അബദ്ധം പറ്റി, ഇമാമ് 2ാമത്തെ റക്അത്തിൽ അത്തഹിയ്യാത്തിൽ ഇരിക്കാതെ നീച്ചു, നമ്മൾ സുബ്ഹാനല്ലാഹ് പറഞ്ഞു, നമ്മൾ കൈ കൊട്ടി നോക്കി, ആണുങ്ങളാണെങ്കിൽ സുബ്ഹാനല്ലാഹ് പറഞ്ഞു നോക്കി, അയാൾക്ക് ഓർമ്മയായില്ല, അയാൾ നേരെ നീച്ചു. നമ്മളും നീച്ചണം. നമുക്ക് ഓർമ്മ ഉണ്ട് എന്താണ് അവിടെ ഇരിക്കുക വേണ്ട അത്തഹിയ്യാത്ത്. പക്ഷേ അയാൾ നീക്കാത്ത കൊണ്ട് നമ്മൾ എഴുന്നേൽക്കണം. എന്നിട്ട് അവസാനം അയാൾക്ക് ഓർമ്മ ഉണ്ടായില്ല, സലാം വീട്ടിൽ നമ്മൾ പറഞ്ഞു, അപ്പോൾ സഹുബിൻ്റെ സുജൂദ് ചെയ്തു, നമ്മൾ സുജൂദ് ചെയ്യുക. നമുക്ക് ഓർമ്മ ഉണ്ടെങ്കിലും ആ തെറ്റ് നമ്മൾ എന്താ കാരണം ഇമാം എന്ത് ചെയ്തോ അതിനെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇമാം 4 റക്അത്ത് നിസ്കരിച്ചാൽ നമ്മൾ കൽപ്പിച്ചു കൂട്ടി റസൂലുള്ളാഹിന്റെ ചര്യയ്ക്ക് വിപരീതമായി നമ്മൾ 4 റക്അത്ത് നിസ്കരിക്കേണ്ടി വരും. ഓരോ ഇഹ്റാമും തഹല്ലുലായാൽ മുടി മുറിക്കണോ? ഇഹ്റാം കെട്ടുമ്പോൾ തല നനച്ച് കുളിക്കണ്ടേ? പറയാൻ കാരണം എപ്പോഴും തല കുളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞല്ലോ. സോറി, അതിൻ്റെയൊക്കെ വിശദീകരണം പോരാഞ്ഞാലാണ് നമുക്ക് കൂടുതൽ സമയം വേണം. അപ്പോൾ ഇഹ്റാമും തഹല്ലുലാവുമ്പോൾ മുടി മുറിക്കണം. നമ്മളിവിടുന്ന് ആദ്യം ചെല്ലുക ഉംറക്കാണ്. ഉംറ കഴിഞ്ഞ് ഉംറക്കാകെ തവാഫും ഒന്ന് ഇഹ്റാം മീഖാത്തിന് ഇഹ്റാം ചെയ്യുക. അതുപോലെ മീഖാത്തിന് ഇഹ്റാം ചെയ്യുക, ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ ചൊല്ലി ലബ്ബൈക നമ്മൾ തൽബിയ ചൊല്ലിക്കൊണ്ടിരുന്നു. നേരെ കഅബയിൽ ചെന്നു, തവാഫ് ചെയ്തു, ഇഹ്റാമിൻ്റെ തവാഫ്, സഅയ് ചെയ്തു, ഉംറൻ്റെ തവാഫ്, ഉംറൻ്റെ സഅയ്. അത് കഴിഞ്ഞാൽ മുടി മുറിക്കുക. നമ്മളത് ഇതേ രൂപത്തിൽ ഞാൻ പറഞ്ഞു കൂട്ടിപ്പിടിച്ചിട്ട് അവസാനത്തെ അടിഭാഗത്തുനിന്ന് ഇവിടെ മുറിച്ചാന്നല്ല കേട്ടോ, ഞാൻ അങ്ങനെ തെറ്റിക്കത്, ഇവിടെ നിന്ന് മുറിച്ചാന്നല്ല, ഇവിടെ കുറേ മുറിഞ്ഞ മുടിയുണ്ട്, അവിടെ വരെ ബാക്കിയുള്ള മുറിച്ച് കളയുന്നുള്ളല്ല. കൂട്ടിപ്പിടിച്ചതിന് ശേഷം അവസാനം അറ്റത്തുനിന്ന് ഒരു വിരൽ നീളത്തിൽ മുറിച്ച് കളയാം. ഓരോ ഉംറ ചെയ്താലും ഓരോ ഹജ്ജ് ചെയ്താലും ഇഹ്റാം ചെയ്ത് ഹജ്ജിലോ ഉംറയിലോ പ്രവേശിച്ചോ കഴിയുമ്പോൾ തഹല്ലുലാണെങ്കിൽ മുടി മുറിക്കണം. എന്നിട്ട് ഇഹ്റാം കെട്ടുമ്പോൾ തല അനച്ച് കുളിക്കണോ? വേണം. ഇഹ്റാം ചെയ്യുമ്പോൾ തല അനച്ച് കുളിക്കണം. പക്ഷേ ഇവിടെ ചോദിച്ചത് തല നനച്ച് പറയാൻ കാരണം എപ്പോഴും തല കുളിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ആദ്യമായിട്ട് ഇവിടുന്നാണ് മക്കത്തെത്തുമ്പോൾ 2 ദിവസം. അതിന് നമ്മൾ കുളി ഇവിടുന്നേ കുളിച്ചത് ഇവിടെ വീട്ടിൽ നിന്ന് കുളിച്ചിട്ടാണ് നമ്മൾ പോയത് അല്ലേ? ആണ്. ഇവിടെ വീട്ടിൽ നിന്ന് കുളിച്ചിട്ട് ഇഹ്റാമിൻ്റെ കുളി എവിടുന്ന കുളിച്ചത്? മനസ്സിലായോ? ഇഹ്റാമിൻ്റെ കുളി നമ്മൾ എവിടുന്ന കുളിച്ചത്? ഇവിടുന്ന് പോകുമ്പോൾ ഇവിടെ വീട്ടിൽ നിന്നാണ്. നമ്മളെ വീട്ടിൽ നമ്മൾ തല നനച്ച് കുളിച്ചിട്ടാണ് പോയത് അല്ലേ? അവിടെ ചെന്നിട്ട് നമ്മൾ കുളിക്കലുണ്ട്. എന്തിന്? ഡ്രസ്സ് മാറ്റാൻ. അന്നാണ് ഞാൻ തല നനക്കണ്ടായിരുന്നത്. ആ കുളി ഇഹ്റാമിൻ്റെ കുളിയല്ല. അത് നമ്മൾ സാധാ ദിവസവും ഇവിടുന്ന് കുളിക്കുന്ന കുളിയാണ് ഞാൻ പറഞ്ഞത്. ആ 2 ദിവസം നമ്മൾ ആ തല നനക്കാതെ നിന്നാൽ നമുക്ക് ആ വെള്ളം, ആ അന്തരീക്ഷം, ആ കാറ്റ് നമുക്കൊന്ന് ശീലാകാൻ വേണ്ടി ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞൊരു കാര്യമാണ്. അത് ഇസ്ലാമിൽ നിർബന്ധമായിട്ടല്ല. പക്ഷെ അത് കുളിച്ചാൽ അബദ്ധം ഉണ്ടാണ്ട് ഒരുപാട് ആളുകൾക്ക് പനി വരും. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇഹ്റാമിൻ്റെ കുളിക്ക് തല നനക്കണം. അത് നമ്മൾ ഇവിടുന്ന കുളിച്ച് പിന്നെ നമ്മൾ മക്കത്ത് നിന്ന് ഒരു 10 ദിവസമൊക്കെ നിന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹജ്ജിന് ഇഹ്റാം കെട്ടുക. അപ്പോഴേക്ക് നമുക്ക് ആ വെള്ളം ശീലായില്ലേ, ആ കാറ്റും അന്തരീക്ഷം ശീലായില്ലേ. പിന്നെ നിങ്ങൾ നനച്ചോളി. ഇനി എന്ന് നനക്കുമ്പോഴും നമ്മൾ പ്രത്യേകം അവിടെ നിന്നൊക്കെ ശ്രദ്ധിക്കേണ്ട ഈ പൊടി ഉണ്ടല്ലോ, തലതിരുമ്പണ പൊടി, അത് നിങ്ങൾ കൊണ്ടുപോയിക്കൊണ്ട് ഒത്തിരിയാവുന്ന പെരുതിക്കൊണ്ട് ഞാനൊന്നും ചെയ്യല്ല, എച്ചൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ വലിപ്പത്തിലൊന്നും അവിടെ കാണില്ല അവിടെ വരുന്നവർക്കേ. അപ്പം അതുകൊണ്ട് അതൊന്ന് അത് ശീലാകണം നല്ലതാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ തലേ ദിവസം ആ ചൂടുള്ള വെള്ളം എടുത്ത് വെച്ചിട്ട് അത് ആറിയ പിറ്റേ ദിവസം അതുകൊണ്ട് തല നനച്ചാൽ മതി. ഇപ്പോൾ ഈ നീർക്കെട്ട് വന്നിട്ട് ഒരു ആയുർവേദ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു തന്നു, പിന്നെ കുരുമുളകിൻ്റെ ഇല 2 കുരുമുളകിൻ്റെ ഇല 2 ഇല 2 കപ്പ് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചാറിയിട്ട് ആ വെള്ളം കൊണ്ട് തല കഴുകാൻ പറഞ്ഞു. വേറെ തുള്ളി വെള്ളം പുറത്തുനിന്ന് കൂട്ടാൻ പാടില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞപ്പോൾ എത്രങ്ങാനും മുടിൻ്റെ എങ്ങനെ കഴിയും? ചെയ്തു നോക്കിയപ്പോൾ ഇതിൻ്റെ കഴിയും. വളരെ നല്ല ആശ്വാസമുണ്ട്. അപ്പം അങ്ങനെ ഞാൻ സൂചിപ്പിക്കുന്നത്, ഞാൻ പറഞ്ഞത് തലേ ദിവസം ആ ഒരു വെള്ളം എടുത്ത് വെച്ചിട്ട് ചൂടാറിയിട്ട് പിറ്റേ ദിവസം അതുകൊണ്ട് നിങ്ങൾ തല കൊണ്ട് വേണമെങ്കിൽ നിർബന്ധമല്ലോ, അല്ലെങ്കിൽ 2 ദിവസം തലനക്കത് മേല് കഴുകിയാൽ മതി. അവിടെ AC ആണ് ഫുള്ള്, ഒരു ചൂടും വകയും ഉണ്ടാവില്ല.
പിന്നെ നമസ്കാരത്തിൽ നാം സുജൂദിൻ്റെ സ്ഥലത്തേക്കാണ് നോക്കേണ്ടത്. പക്ഷേ അത് നേരത്തെ പറഞ്ഞല്ലോ മൊലിയില്ലേ. 52 വയസ്സുള്ള എനിക്ക് നോമ്പിന് മുമ്പുള്ള മാസമാണ് അവസാനമായി പീരിയഡ്സ് ഉണ്ടായത്. 1 വർഷം മുമ്പ് ഇതുപോലെ പീരിയഡ്സ് നിന്നിട്ട് 6 മാസം കഴിഞ്ഞ ശേഷം മുമ്പത്തെ പോലെ തന്നെ കൃത്യമായ മാസത്തിൽ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇനി എങ്ങാനും ഹജ്ജ് വേളയിൽ പീരിയഡ്സ് വന്നാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സാധാരണ 5 ദിവസമായിരുന്നു ബ്ലീഡിങ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പീരിയഡ്സ് ഇല്ലാത്തതിനാൽ ഹജ്ജ് ദിവസങ്ങളിൽ കൂടുതൽ ദിവസം ബ്ലീഡിങ് ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത്? നിർബന്ധമായും ആദ്യം ഇതിന് ഡോക്ടറെ കാണിച്ചിട്ട് ഇതിന് വേണ്ട മരുന്നുകളും വാങ്ങിയിട്ട് പോകുക വേണം. ഇതിങ്ങനെ ഇപ്പോൾ 2ാം പ്രാവശ്യമാണ് ഈ ചോദിച്ച ആൾക്ക് വന്നത്. ചിലപ്പോൾ 1-1.5 വർഷം കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ എന്താണെന്നുള്ള ഡോക്ടർ തന്നെ നോക്കണം. ചിലത് DNC ചെയ്യലുണ്ട് അങ്ങനെയൊക്കെ. കാരണം നിന്ന് കഴിഞ്ഞിട്ട് 1 കൊല്ലം, ഇപ്പോൾ ഞാനൊരു ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് നിന്ന് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഡോക്ടറെ കാണിക്കണം എന്നാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. ഡോക്ടറെ പറഞ്ഞത്. അപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ടാകുകയാണെങ്കിൽ ഡോക്ടറെ കാണിക്കണം. ഡോക്ടറെ കാണിച്ചതന്നെ അത് വേണ്ട മുൻകരുതലുകൾ നടത്തിയിട്ടേ പോകാൻ പാടുള്ളൂ. അവിടെ ചെന്നിട്ടുണ്ടാകുക എത്ര ദിവസം ഉണ്ടാകുക എന്നറിയില്ല. പക്ഷേ ഉണ്ടാകുന്ന നിന്ന് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന മുഴുവൻ മെൻസസ് അല്ല. ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ, നേരത്തെ പറഞ്ഞ രൂപത്തിൽ മെൻസസ് അല്ല, അത് വേർതിരിക്കണം. അതുകൊണ്ട് അവിടുന്നാണെങ്കിലും പിന്നെ എല്ലാ ബ്ലഡും എല്ലാ രക്തവും മെൻസസ് അല്ല എന്ന് വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അതിന് വേണ്ട മുൻകരുതൽ ഡോക്ടറെ കണ്ടിട്ട് തന്നെ ഇവിടുന്ന് അതിന് മുൻകരുതൽ സ്വീകരിച്ചുകൊണ്ട് പോകണം. അതല്ല നമുക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റില്ല. കാരണം അത് എന്താണ് ആ ബ്ലഡ് വരാനുള്ള കാരണമെന്ന് ഡോക്ടർ കണ്ടുപിടിക്കണം. എന്നിട്ട് അവിടുന്ന് വീണ്ടും വരികയാണെങ്കിൽ എല്ലാം ഇപ്പം സംഭവിക്കാം. എല്ലാ അത്ഭുതങ്ങളും സംഭവിക്കുന്ന കാലമാണ് ഇപ്പോൾ. അങ്ങനെ പഴയത് പണ്ടത്തെ പോലെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇല്ലാത്തതൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് ഡോക്ടറെ കണ്ട് അതിന് മുൻകരുതൽ നടത്തണം. അവിടെ നിന്ന് ഉണ്ടാകുകയാണെങ്കിൽ ഒരു പക്ഷേ അവിടുന്ന് ഡോക്ടറെ കാണിക്കേണ്ടി വരും. അപ്പോഴൊക്കെ പറഞ്ഞ് ഈ ബ്ലഡിൻ്റെ രീതിയും കാര്യമൊക്കെ നമ്മൾ നോക്കിയും നമ്മൾ മനസ്സിലാക്കിയും ഡോക്ടറുമായി കൂടെ ചർച്ച ചെയ്തും എന്നിട്ട് നമ്മൾ എല്ലാം മെൻസസ് ആകൂല എന്ന് വേർതിച്ച് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ചെറിയ പ്രായത്തിൽ പ്രസവം ആർത്തവം മൂലം നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ടോ? മുദ്ദ് കൊടുക്കണോ? അതൊക്കെ ഈ നഷ്ടപ്പെട്ട പണ്ട് കാലത്തെ കേട്ടങ്ങൾ ചോദ്യം വായിച്ച് ചെറിയ പ്രായത്തിലേ പ്രസവം ആർത്തവം ഒക്കെ മൂലം നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ടോ? മുദ്ദ് കൊടുക്കണോ? ഇത് പണ്ഡിതന്മാരോട് ചോദിച്ചാലേ പല പണ്ഡിതന്മാരും പല അഭിപ്രായമാണ് പറയുക. അതിന് എന്താണ് ചോദിക്കുന്ന നമ്മളുടെ മനോഗതി അനുസരിച്ചാണ് ഉത്തരം പറയാറുള്ളത്. ഇതിപ്പോൾ പിന്നെ ചെറിയ കുട്ടികളാകുമ്പോൾ അന്നത് പറഞ്ഞെടുക്കാൻ കഴിയില്ല. അന്നത്തെ കാലത്ത് മുദ്ദ് കൊടുക്കാനുള്ള പൈസ അല്ല, നോമ്പ് നോറ്റ് വിട്ടാൻ സമയം കിട്ടില്ല, അപ്പോഴേക്ക് അടുത്ത പ്രസവമായി, അങ്ങനെയൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടുണ്ടാകാം. അപ്പോൾ ഇസ്ലാം മതം നമ്മളെ ഇടങ്ങേറാക്കാൻ വേണ്ടി തന്നൊരു മതമല്ല, എളുപ്പമുള്ള മതമാണ് ഇസ്ലാം മതം. അതുകൊണ്ട് നമ്മളുടെ മനസ്സിൽ അതുമായി ബന്ധപ്പെട്ട ചിന്ത ഉണ്ടാകുകയും പൈസ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ആ നഷ്ടങ്ങൾ നികത്താൻ എന്നൊരു രൂപത്തിൽ ദാനധർമ്മമായിട്ടൊക്കെ കൊടുക്കുക. മുദ്ദ് എന്നുള്ള രൂപത്തിലൊന്നും പണ്ഡിതന്മാർ ഹൂപ്പും പറയുന്നില്ല. ഇപ്പോൾ പണ്ഡിതന്മാരെല്ലാവരും കൂടിയൊരു സദസ്സിനോട് ഒരു കുട്ടി ചോദിച്ചു, പെൺകുട്ടി ചോദിച്ചു, എനിക്ക് 18 വയസ്സായ കുട്ടിയാണ്, ഞാൻ പെൺകുട്ടിയാണ്, എനിക്ക് 2 വർഷത്തെ നോമ്പ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, നോമ്പ് നിൽക്കാൻ പറ്റിയിട്ടില്ല, കടം വീട്ടാനുണ്ട്, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ആ പണ്ഡിത സഭ കൊടുത്ത മറുപടി എന്താണ്? ആ നോമ്പ് നോൽക്കും മണം വൈകിപ്പിച്ചതിന് ഫൈൻ എന്നുള്ളവരൊക്കെ മുദ്ദും കൊടുക്കണം എന്നാ. അനാവശ്യമായ 2 വർഷം നോമ്പ് നഷ്ടപ്പെടുത്തിയില്ലേ? അപ്പോൾ ആ രൂപത്തിലൊക്കെ പണ്ഡിതന്മാർ ചോദിക്കുന്ന ആളുകൾക്കനുസരിച്ചൊക്കെ ഇത്തരം വിഷയം ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഉത്തരം തരും. ഏതായിരുന്നാലും വളരെ മുമ്പ് നഷ്ടപ്പെട്ടൊക്കെ നമ്മൾ പ്രായശ്ചിത്തം പടച്ചോനോട് പൊറുക്കലിനെ തേടുക. സാധിക്കുന്ന രൂപത്തിൽ ഇന്നൽ ഹസനാത്ത് യുദ്ഹീബന സയ്യാത്ത്, വന്നുപോയ തെറ്റുകൾ പുറത്തിട്ടാനുള്ള മാർഗം നന്മകൾ ധാരാളമായി ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ധാരാളമായി ദാനധർമ്മങ്ങളും മറ്റുള്ളതൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഒരിക്കൽ ഒരു സഹാബി പറഞ്ഞോട് അതിനപ്തു ദമ്പൻ അലീമൻ ഫഹല്ലീമിൻ തൗബ, പ്രവാചകരെ ഞാനൊരു വലിയ തെറ്റ് ചെയ്തു, എനിക്ക് ഇനി തൗബ ഉണ്ടോ ചോദിച്ചു. അപ്പോൾ റസൂൽ സല്ലം പറഞ്ഞു ഹല്ലക്ക ഉമ്മ എനക്ക് ഉമ്മ ഉണ്ടോ ചോദിച്ചു. ഇല്ലായിരുന്നു. ഹല്ലക്ക ഖാല, നിനക്ക് ഉമ്മാൻ്റെ സഹോദരിമാരുണ്ടോ ചോദിച്ചു. ഇളയമ്മയും മുത്തമ്മയും ഉണ്ടോ ചോദിച്ചു. അപ്പം ഉണ്ട് പറഞ്ഞു. ഫബിർറഹ, ആ ഇളയമാക്കോ മൂത്തമ്മാക്കോ പുണ്യങ്ങൾ ധാരാളമായി ചെയ്യുക, എങ്കിൽ ആ വന്നുപോയ അബദ്ധത്തിന് അത് തൗബയായിക്കോളും. മനസ്സിലായില്ല നിങ്ങൾക്ക് ഞാൻ പറയണത് ഇല്ലേ? അപ്പം അതേപോലെ ഇത്തരം അബദ്ധങ്ങളൊക്കെ വളരെ ചെറുപ്പത്തിൽ കഴിഞ്ഞാണ്. എത്ര കൊല്ലത്തെ നോമ്പെന്നോ എത്ര നോമ്പെന്നോ ഇതൊന്നും ഇപ്പോൾ കണക്കൂട്ടാൻ കഴിയാത്തൊരു കാലമാണ്. അപ്പം അതുകൊണ്ട് ധാരാളമായി സൽക്കർമ്മങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്യുക, കഴിയുന്ന രൂപത്തിൽ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, അള്ളാഹുവിനോട് നല്ലോണം പൊറുക്കലിനെ തേടുക, അതുള്ളൂ ഇനിയിപ്പോൾ ചെയ്യാൻ കഴിയുക. ചിലപ്പോൾ ചില പണ്ഡിതന്മാർ കഴിയെങ്കിൽ മുദ്ദ് കൊടുക്കണം, എണ്ണം കൂട്ടി നോൻപ് വെക്കണം എന്നൊക്കെ ചിലപ്പോൾ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കാരണം ഏറ്റവും നല്ലതെന്നുള്ളവർക്ക് പണ്ഡിതന്മാർ അങ്ങനെയൊക്കെ പറയും. നമ്മൾ സാധിക്കുന്ന രൂപത്തിൽ ചെയ്യുക എന്നുള്ളതാണ്
മനസ്സിലാവുന്ന പോയിന്റ്. പിന്നെ ദുൽഹിജ്ജ 1 പുറപ്പെടുന്ന സമയത്ത് അറക്കക്കാരിയായാൽ ദുൽഹിജ്ജ 8 മുമ്പ് ശുദ്ധിയാവാഞ്ഞാൽ ഹജ്ജ് തമത്വയിൽ ഉംറ ചെയ്യാൻ കഴിയാതെ ഹജ്ജിൽ പ്രവേശിക്കണ്ടേ? പോകുമ്പോൾ 1 പുറപ്പെടുന്ന സമയത്ത് ആർത്തവക്കാരിയല്ലേ? അപ്പോൾ അതിന് പിന്നെ സമയമില്ലല്ലോ, രണ്ടാമത്തെ സമയമില്ല. ആയിഷ ബീക്ക് അങ്ങനെയാണ് ആയത്. ആയിഷ ബീക്ക് ഒരു ഹജ്ജിന് പോയത്, ഹജ്ജിൻ്റെ മുമ്പ് ഉംറയാണ്. ആ ഉംറക്ക് അവിടെ ചെന്ന് ഇറങ്ങി ഉടനെയാണ് ആയിഷ ബീക്ക് മനസ്സായത്. അപ്പോൾ റസൂൽ സല്ലം എന്തിനോ പുറത്ത് പോയി വന്നപ്പോഴാണ് ആയിഷ ബി ഇരുന്ന് കരയണം. അപ്പോൾ എന്താ കരയണമെന്ന് വെച്ചപ്പോൾ ഇങ്ങനെ മനസ്സായി, എന്താ ചെയ്യുക? അപ്പോൾ റസൂൽ സല്ലം പറഞ്ഞു അതിന് ഹജ്ജിൻ്റെ സമയമായിക്കണ്. അപ്പോൾ ഇഹ്റാം ചെയ്ത് ഉംറ ചെയ്തിട്ടില്ല, അതിൻ്റെ മുമ്പാണത്. അപ്പോൾ ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്താൽ പറഞ്ഞു, എല്ലാവരോടും കുളിച്ച് ഇഹ്റാം ചെയ്യാൻ പറഞ്ഞു. ആയിഷ ബീനോടും കുളിച്ച് ഇഹ്റാം ചെയ്യാൻ പറഞ്ഞു. അപ്പം എന്നിട്ട് നീ തവാഫ് അല്ലാത്തൊക്കെ ചെയ്യാറുന്നു. അങ്ങനെ ആയിഷ ബീവിയും ഇവരുടെ കൂടെ ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു. തവാഫ് പിന്നീട് ചെയ്തു. എന്നിട്ടാണ് ആയിഷ ബി ഉംറ ചെയ്യുന്നത്. അതാണ് ഇന്ന് നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്ന ആൾക്കാരൊക്കെ ആയിഷപ്പള്ളി എന്ന് പറഞ്ഞിട്ട് 2ാം വട്ടം ഇഹ്റാം ചെയ്യാൻ പോണ സ്ഥലം ഉണ്ടായതിന് കാരണം ആയിഷ ബിക്ക് പിന്നെ ആ ഉംറ ചെയ്യാൻ വേണ്ടി അവിടെ ഈ പള്ളി ആ തൊട്ടടുത്തുള്ള അത് ഹറമിൻ്റെ പുറത്തുള്ള ഏരിയയിലാണ് ആ പള്ളി. അവിടെ പോയി ഇഹ്റാം ചെയ്ത് വരാൻ പറഞ്ഞു. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അവരുടെ സഹോദരൻ അബ്ദുറഹ്മാൻ അള്ളാഹിനെ കൂട്ടി അവിടെ പോയി ഇഹ്റാം ചെയ്ത് വന്നിട്ടാണ് ആയിഷ ബി ഉംറ ചെയ്ത്. ഹജ്ജ് കഴിഞ്ഞിട്ട് ഉംറ ചെയ്ത്. അങ്ങനെ ചെയ്യാം ഉണ്ട്. ആ തവാഫിന് ശേഷമാണ് ശുദ്ധിയായതിന് ശേഷം തവാഫ് ചെയ്ത് ആയിഷ ബി. എന്നിട്ട് ആ ഉംറക്ക് ചെയ്യാനുള്ള പൂതിക്ക് അവിടെ പോയി ഇഹ്റാം ചെയ്തിട്ടാണ് ഉംറ ചെയ്തത്. അതെ, ശുദ്ധിയായതിന് ശേഷമുള്ളൂ പറ്റുക. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ ശുദ്ധിയായിട്ട് ചെയ്യാൻ സമയം കിട്ടാതെ നമ്മൾ മടങ്ങുകയാണെങ്കിൽ അശുദ്ധിയോടുകൂടി ചെയ്യാൻ പറ്റുന്നു. അതിനാ പെണ്ണുമാർ 10 കൊല്ലം. ഇപ്പം നമ്മൾ ഈ പോയപ്പോൾ നേരത്തെ ചോദിച്ച പോലെ വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് ഹജ്ജ് ചെയ്ത് മടങ്ങുന്നപ്പോൾ ഖുർആൻ തന്നെ പറഞ്ഞു. അപ്പം 2 ദിവസം കഴിഞ്ഞ് മടങ്ങുന്നവരൊക്കെ ഉണ്ട്. ഹജ്ജിൻ്റെ ശേഷമുള്ള 12ഉം 13 നിൽക്കാതെ 11ഉം 12ഉം കഴിഞ്ഞ് മടങ്ങുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എല്ലാവരും മടങ്ങാൻ നമ്മളൊക്കെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ മെൻസസ് ഉണ്ടായിക്കൊണ്ട് തന്നെ തവാഫ് ചെയ്യാം. തവാഫുൽ ഹജ്ജ് തവാഫ്. ഓൽക്ക് പിന്നെ തവാഫുൽ വിദാ ഉണ്ടാവില്ല എന്ന് മാത്രം. അവസാനത്തെ വിടവാങ്ങൽ തവാഫ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ തവാഫുൽ ഇഫാദയുടെ സമയത്ത് അർത്ഥവത്താൽ ആയാൽ എന്താ ചെയ്യേണ്ടത്? അതാണ് ഈ പറഞ്ഞ ഉത്തരം തന്നെയാണ് ഇതിനൊക്കെ ഉള്ളത് അല്ലേ? ഇഫാദയുടെ സമയത്ത് മെൻസസ്സാണ്. അത് ശുദ്ധിയാകാനുള്ള ദിവസം നമുക്ക് ഉണ്ടോ എന്നുള്ള നമ്മൾ അമീറിനോട് ചോദിച്ചു നോക്കി, എത്ര ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ശുദ്ധിയാകാനുള്ള ദിവസം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ശുദ്ധിയാകലൊക്കെ കുറേ നമ്മളെ വിവരക്കേട് കൊണ്ട് അങ്ങനെ നീളും. റസൂൽ സല്ലം പറഞ്ഞു, ഉമ്മു അത്തിയാർ അൻഹ പറഞ്ഞു, ഞങ്ങൾ മഞ്ഞിൻ ചളീൻ്റെ കളറൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യാറുണ്ടെന്നാണ് ഉമ്മു അത്തിയാർ അൻഹ. പ്രഗത്ഭയ സഹാബ വനിതയാണ് ഉമ്മു അത്തിയാർ അൻഹ. ഒരു മഞ്ഞ കളറോ ഒരു ചളി കളറോ ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ല. എന്നാൽ മൈൻഡ് ചെയ്യാറില്ല എന്നതിൻ്റെ അർത്ഥം എന്താ? അത് കഴുകിക്കളഞ്ഞ് ഒതിർത്ത് നിസ്കരിക്കും. അപ്പോൾ ഇത് വന്നപ്പോൾ പിന്നെ ചില സഹാബ വനിതകൾ ഇങ്ങനെ അവരുടെ നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ പാഡ് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന തുണി അത് ഈ മഞ്ഞ കളറുള്ളതും ചളി കളറുള്ളതും ഇങ്ങനെ ഇത് ഞാൻ പറ്റുമോ, അത് ശുദ്ധിയിക്കണമെന്ന് ചോദിച്ചാൽ ആയിഷ ബീൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു ചില സഹാബ വനിതകൾ സംശയം ചോദിക്കാൻ. അപ്പോൾ ആയിഷ ബി പറഞ്ഞു, നിങ്ങളിങ്ങനെ തിരക്കൂട്ടണ്ട, നിങ്ങൾ കസ് വരുന്നത് വരെ കാത്തുന്നോളി എന്നാണ്. കസ് എന്ന് പറഞ്ഞാൽ അവസാനമായി വരുന്ന കളറില്ലാത്ത ഒരു ഇത്തിരി ഉണ്ടാവുള്ളൂ, കുറച്ച് ഒരു ദ്രാവകം. അപ്പോൾ അത് പച്ചവെള്ളത്തിൻ്റെ കളർ എന്നാൽ കളറില്ലാത്തൊരു വെള്ളം, അത് വരുന്നവരെ നിങ്ങൾ വെയിറ്റ് തോളി അറിഞ്ഞു. അപ്പോൾ അതാണ് ഇതിൻ്റെ യഥാർത്ഥ അടയാളം. അത് പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ ഇപ്പം നമ്മളൊന്നും കാണൂല. എന്താണ് നമ്മളെ തിരക്കിലത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, അത് കാണൂല. അപ്പം നിന്നതിൻ്റെ അടയാളമേ ഒരു സഹാബ വനിത എപ്പോഴാണ് കുളിക്കാൻ ആയതെന്ന് എങ്ങനെ അറിയിച്ചു. ഇതൊക്കെ റസൂലുള്ളാഹിയുടെ സഹാബ വനിതകൾ നേർക്കുന്നവരോ എന്ന് ചോദിച്ചതാണ്. അപ്പോൾ അവരാരും മടിയില്ലാത്തവരോ ഒരു നാണില്ലാത്തവരോ ആയിട്ടല്ല, ഇതൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടി ചോദിച്ചത് രേഖയായി വന്നാണ് ഇതൊക്കെ. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നീ പഞ്ഞി വെച്ച് നോക്ക്, പഞ്ഞിമ എന്തെങ്കിലും ആവുണ്ടോന്ന്, അല്ലെങ്കിൽ തുണി വെച്ച് നോക്ക്, തുണിയുമ്പോൾ എന്തെങ്കിലും ആളുണ്ടോന്ന്. ഇല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൽ ഇറങ്ങിയിരുന്ന് നോക്ക്, എന്നാൽ ഈ വെള്ളത്തിൽ വല്ലതും നിറം ഉണ്ടാവുണ്ടോ. അപ്പോൾ അതൊന്നും നോക്കിയിട്ടില്ല എന്ന് കണ്ടാൽ ഏകദേശം നമ്മളുടെ മനസ്സ് കണക്കൂട്ടി ശുദ്ധിയായി വെച്ച് കുളിക്കുക. ആ കുളിച്ചതിന് ശേഷമാണ് ഉമ്മു അത്തിയാർ എന്ന് പറഞ്ഞ ഈ സംഭവം ഉണ്ടാണ്. ഇത് കുളി കഴിഞ്ഞിട്ടാണ് പലപ്പോഴും ഈ മഞ്ഞ കളറോ ചളി കളറോ വരിക അല്ലേ. അത് ഇസ്ലാമിൽ ആ ശുദ്ധിയല്ല, അത് ശുദ്ധിയിലാണ്. അതൻ കഴുകിക്കളഞ്ഞാൽ നിസ്കരിക്കാൻ മുതലാക്കി നിസ്കരിക്കുക. അങ്ങനെയാവുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പല മെൻസസ്സുകാരുടെ പ്രശ്നങ്ങളും ഇമ്മ തീരുന്നതാണ്. നമ്മൾ ഈ വസുവാസം അനുസരിച്ച് പിന്നെ അങ്ങനെ ഒരു തുള്ളി വരുന്നതിന് കാത്തുന്ന ആ ദിവസം മുടക്കി, അടുത്ത ഒരു തുള്ളി വരുന്നതിന് അതിനും കാത്തുന്ന ആ ദിവസം കളഞ്ഞ് അങ്ങനെ ഉത്തരങ്ങൾ നമ്മൾ അധികവും
അധികം വരും. ഞാൻ പറഞ്ഞല്ലോ 7 ദിവസം അതിന് നാട്ടുന്നേ ഉണ്ട്. 7 ദിവസമായിട്ട് അതിന് ശുദ്ധിയായിട്ടില്ല പറഞ്ഞു. ഉംറ ചെയ്യാതെ അത് കണ്ണീരോടെ പോകാൻ മദീനത്തേക്ക് അല്ലേ. അപ്പോൾ അതിനെന്നോ ചെയ്യാമായിരുന്നു. ഞാൻ അതിനോട് ചോദിച്ചു നോക്കുമ്പോൾ ഇത്ര അധികം വസുവാസില്ലാതെ റസൂലുള്ള പറഞ്ഞ അതിന് ആ രൂപത്തിൽ നമ്മളതിനെ കണ്ടാൽ അതിൻ്റെ കളറ് നോക്കി, അതിൻ്റെ കറുപ്പ് കളറ്, അതിൻ്റെ തിക്നെസ്, അതിൻ്റെ മണം എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾക്ക് തന്നെ മനസ്സിലാക്കാം ഏകദേശം ശുദ്ധിയായെന്ന് കണ്ടാൽ. ഇനി ഇവിടുന്ന് പോയിട്ട് അവിടുത്തെ ഹജ്ജുൽ ഖാസിൽ ശുദ്ധിയൊന്നും ഇല്ലെങ്കിലും നിസ്കരിച്ച ഉംറയ്യ എന്ന് പറഞ്ഞിരിക്കണം എന്നൊരു ഫിത്തന ഇവിടുന്ന് പോയ ഞങ്ങളെയൊക്കെ ഉണ്ടാകുന്നത്. ഇത്രയും വിശദീകരിച്ചത് ആയിഷ ബീവിയും ഈ ഉമ്മു അത്തിയ അൻഹയും പറഞ്ഞ ഈ നിയമങ്ങളും ഹദീസുകളൊക്കെ വെച്ചിട്ടാണ് പറഞ്ഞത്. എല്ലാം മെൻസസ് അല്ല, അത് പലതും അസുഖമാണ് എന്ന് വേർതിച്ച് മനസ്സിലാക്കി നമ്മൾ. പിന്നെ സാധാരണ ഞാൻ പറഞ്ഞല്ലോ, ആ സഹാബ എന്നോട് പറഞ്ഞതാണ് ഏകദേശം 6 or 7 ദിവസം നീ മെൻസസായിട്ട് കണക്കൂട്ടിയിട്ട്, കാരണം അത് അവർക്ക് നിൽക്കണില്ല, അവർക്കൊന്നായിട്ട് പോക്കണം, അവർക്ക് വേർതിരിക്കാൻ കഴിയാത്ത രൂപത്തിൽ അവർക്ക് ഒരുപാട് പോകുന്നുണ്ട്. അപ്പോൾ 6 or 7 ദിവസം മെൻസായി നീ കൂട്ടിയിട്ട് കുളിച്ച് ശുദ്ധിയായി ഓരോ ഭക്തരും ഒതുണ്ടാക്കി നിസ്കരിക്കുക. അങ്ങനെ വരുമ്പോൾ നിനക്കൊരു മാസത്തിൽ 23 or 24 ദിവസം ശുദ്ധിലായി കിട്ടും. ശുദ്ധി ഉണ്ടായിന് ആ പെണ്ണിന് ഇല്ല അല്ലേ? നമ്മളെ ശുദ്ധി ഇല്ലല്ലോ, പക്ഷെ ഇസ്ലാമിൽ ആ കുട്ടിക്ക് ശുദ്ധി ഉണ്ട്, ആ സഹാബാവിൻ്റെക്ക് ശുദ്ധി ഉണ്ട്. ഇനി മദീനത്തുനിന്ന് എന്തെല്ലാം ചെയ്യണം ഒരു ചോദ്യമാണ്. അതെന്താണ്? മദീനത്തുനിന്ന് ഓരോ വഖത്തിനും മദീന മസ്ജിദ് നബവിയിൽ പോയി നിസ്കരിക്കുക. ഒരു വഖത്തിന് 1000 വഖത്തിൻ്റെ കൂലിയാണ് ഒരു വഖത്തിന്. ആ പോയി നിസ്കരിക്കുക. പിന്നെ നമ്മൾ ഇപ്പോൾ ഹജ്ജിന് ഇവിടുന്ന് പുറപ്പെട്ടത് മുതൽ ദിക്റുകൾ, ഖുർആൻ പാരായണം, പ്രാർത്ഥനകൾ, നിസ്കാരം, സുന്നത്ത് നിസ്കാരമൊക്കെ. ഏത് സുന്നത്ത് നിസ്കാരം അല്ലാത്ത സമയം പറഞ്ഞപ്പോഴാണ്? മിനയിലെ ദിവസങ്ങളിൽ മാത്രമാണ്. കൂടെ വരുന്നവരൊക്കെ ധാരാളം ഉംറ ചെയ്യുന്നുണ്ട്. ആയിഷ പള്ളിയിൽ പോയി ഇഹ്റാം കെട്ടിക്കൂടെ? അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ആയിഷ പള്ളിയിൽ പോയി ആയിഷ ബിബിനോട് ഇഹ്റാം ചെയ്യാൻ പറഞ്ഞയച്ച ഇങ്ങനത്തെ സാഹചര്യത്തിലാണ്. അവർക്ക് മെൻസസ്സായി ഉംറ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അവിടെ പിന്നെ ഒന്ന് ഉംറ ചെയ്യണമെങ്കിൽ അവർക്ക് ഹറമിൻ്റെ ബൗണ്ടറിയുടെ തൊട്ടപ്പുറത്തൊന്ന് പോകണം എന്നുള്ളതുകൊണ്ടാണ് അവിടെ പറഞ്ഞയച്ച് ഇഹ്റാം ചെയ്ത്. കൂടെ പോയത് അബ്ദുറഹ്മാൻ അള്ളാഹു അവരുടെ സഹോദരനാണ്. അദ്ദേഹം ആ ഇഹ്റാം ഉംറ ചെയ്തിട്ടില്ല. അപ്പോൾ ആയിഷ പള്ളി പോകുന്നത് ശരിക്ക് എല്ലാവർക്കും ഇഹ്റാം ചെയ്യാൻ പറ്റിയൊരു സ്ഥലമല്ല ആയിഷ പള്ളി. ഇങ്ങനെ പ്രത്യേക സാഹചര്യം ഉണ്ടായപ്പോൾ കൊടുത്തതാണ് എന്നാണ് പണ്ഡിതന്മാർ നിർദ്ദേശിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ടാണ് നമ്മളുടെ നാട്ടിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് പലപ്പോഴും ഇപ്പോൾ യാത്ര, സൗദി ഗവൺമെൻറ് നിശ്ചയിച്ച യാത്ര ഒന്നുകിൽ മക്കയിലേക്ക് അല്ലെങ്കിൽ മദീനയിലേക്കാണ് ഒരു ഉംറ കിട്ടാറുള്ളൂ. സാധാരണ രണ്ടാമതൊരു ഉംറ കിട്ടൂല. ഇവിടുന്ന് പോകുന്ന ഗ്രൂപ്പുകൾ അധികവും ഇപ്പോൾ ത്വായിഫിലേക്ക് എക്സ്ട്രാ പൈസ എടുത്തിട്ട് ഒന്നിച്ച് ബസ് വിളിച്ച് പോകും. അങ്ങനെ അവിടെ ഇഹ്റാം ചെയ്യാനുള്ള ഒരു മീക്കാത്തുണ്ട്, ത്വായിഫിന്ന് മീക്കാത്തുണ്ട്. ആ മീക്കാത്തിൽ ഇഹ്റാം ചെയ്ത് വന്നിട്ട് ഒരു ഉംറ ചെയ്യാറുണ്ട് എന്നതല്ലാതെ ആയിഷ പള്ളിയിൽ പോയി ഉംറ ചെയ്യുക അങ്ങനെ ഒരുപാട് 10, 20, 30 ഉംറ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നിങ്ങൾ കാണാം. ഉംറൻ്റെ എണ്ണം കൂട്ടുക, അങ്ങനെ ഒരു ഇഹ്റാമും ഒരു ഉംറയും യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിൻ്റെ ചര്യയിൽ കാണാനല്ല. ആയിഷ ബീക്ക് പോയത് ഇതുകൊണ്ട് മാത്രമാണ്. കൂടെ പോയ സഹോദരൻ ഇഹ്റാം ഉംറ ചെയ്തിട്ടില്ല. ആങ്ങള രോഗിയായിരുന്നു. ആ സമയത്ത് ഉംറ ചെയ്യാൻ നിയത്ത് ചെയ്തിരുന്നു. പെട്ടെന്ന് കഴിഞ്ഞ ആഴ്ച ആങ്ങള മരിച്ചു. പെങ്ങള് ഹജ്ജിന് പോകുന്നുണ്ട്. ആ ആങ്ങളക്ക് വേണ്ടി ഉംറ ചെയ്യാൻ പറ്റുമോ? പറ്റും. ആദ്യം അവനാൻ്റെ ഉംറ ചെയ്യണം, ആദ്യം സ്വന്തം ഉംറ ചെയ്യണം, എന്നിട്ട് ആങ്ങളക്ക് വേണ്ടി. അപ്പോൾ ഇവിടെ നേരത്തെ ചോദിച്ചിരുന്നു എങ്ങനെ നിയ്യത്ത് വെക്കാന്ന്. നിയ്യത്ത് വെക്കാൻ നമ്മളിപ്പോൾ എങ്ങനെ ഉംറക്ക് നിയ്യത്തക്കൽ? ലബൈക്ക് അല്ലാഹുമ്മ ഉംറ അല്ലേ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ലബൈക്ക് ഉംറ. 2 ശൈലിയും കാണാം. അതിൻ്റെ ഇത് പരിശോധിച്ച് നോക്കുമ്പോൾ അത് നമുക്ക് സ്വന്തം. അപ്പോൾ ലബൈക്ക് അല്ലാഹു ഉംറത്തൻ ലി അഖി, ഒരു 3 പദം പഠിച്ചാൽ മതി നമ്മൾ അറബിയിലേ. ഇന്നത്തെ കാലത്ത് എന്തെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ലബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ ലി അഖി, ഈ സഹോദരി ചോദിച്ചത് സഹോദരന് വേണ്ടിനാ. അഖ് എന്നാണ് അറബിയിൽ സഹോദരന് പറയാം. ലി അഖി, എൻ്റെ സഹാങ്ങൾക്ക് വേണ്ടിയുള്ള ഉംറയാണ് ഞാൻ നെയ്യത്തെക്കണത്. ആ നെയ്യത്ത് ഇസ്ലാമിൽ എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു മാർക്കുന്ന ഹൃദയത്തിലെ നെയ്യത്തുകൊണ്ടാണല്ലോ. അതുകൊണ്ടാണല്ലോ ഹിജറ പോകുന്ന ആൾക്ക് ഹിജറൻ്റെ കൂലി വളരെ വലിപ്പമുള്ള കൂലിയാണ്. പക്ഷെ ആ കൂലി കിട്ടണമെങ്കിൽ ഉള്ളിൽ എന്തുണ്ടാകണം? പോണ ഹിജറക്കാന്ന് വായോണ്ട് പറഞ്ഞു പോകുന്നുണ്ട്, പക്ഷെ മനസ്സിലെന്താണ്? അവിടെ പോയി കച്ചവടം ചെയ്യണം എന്നാണ്, അല്ലെങ്കിൽ അവിടെ പോയി ഒരു പെണ്ണിട്ടണം എന്നാ. അതിനാണെങ്കിൽ അല്ല ഏതിനാ കൂലി കൊടുക്കുക? ആ ഉംറൻ്റെ കൂലി ആൾക്കില്ല. എന്താണ്? ഇവിടെയുള്ള വിചാരത്തിനാളുടെ കൊടുക്കുക കൂലി. പക്ഷേ ഈ ഹജ്ജും ഉംറയും ഇവിടെ വിചാരിച്ചാൽ മാത്രം മതി, തൊള്ളോണ്ട് തന്നെ പറയണം. അപ്പോൾ അല്ലാഹുമ്മ ലബൈക ഉംറത്തൻ അല്ലെങ്കിൽ ലബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറയുമ്പോൾ നമുക്കുള്ളത്. ആ കൂടെ സഹോദരനെ കൂട്ടുകയാണെങ്കിൽ ലബൈക അല്ലാഹുമ്മ ഉംറത്തൻ ലി അഖി. അതല്ല ബാപ്പയാണെങ്കിൽ ലി അബി, ഉമ്മയാണെങ്കിലോ ലി ഉമ്മി, അല്ലെങ്കിൽ ഭർത്താവാണ് ലി സൗജി,
ഭാര്യയാണ് ലി സൗജത്തി. ഈ 5 വാക്ക് അത്രേ ഉള്ളൂ, അതിനപ്പുറം നമ്മൾ ചെയ്യലെല്ലാവർക്കും ഉണ്ടോ? അപ്പം അത് പോണീൻ്റെ നമ്മൾ അതൊന്ന് പഠിച്ച ആ ഒരു 5 പദം പഠിച്ചാൽ മതി. അപ്പം അങ്ങനെ അല്ലാഹുമ്മ ലബൈക അല്ലാഹുമ്മ ഉംറത്തൻ ലി അഖി എന്ന് നിയ്യത്ത് പറയുക. എന്നിട്ട് അപ്പം ആ കൂലി, ആ ഒരു കർമ്മം ചെയ്യുക എന്നുള്ളൊരു നല്ല കാര്യത്തിലുള്ള കൂലി നമുക്ക് കിട്ടും. ഉംറൻ്റെ കൂലി ആർക്കായിരിക്കും? ആ ആങ്ങളക്കാണ് ഉംറൻ്റെ കൂലി പോവുക. പിന്നെ പ്രധാനമായിട്ട് മറ്റൊന്ന്, അവിടെ ഒരുപാട് ആളുകൾ പലപ്പോഴും നമ്മൾ കാണാം, നമ്മൾ ഹറമിലേക്ക് ഓരോ വക്തിനും പോകുമ്പോൾ ആ വക്തിൻ്റെ സമയം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് റൂമിക്ക് ഇങ്ങനെ പോരുന്നുണ്ടാവും ഒരുപാട് ആളുകൾ റൂമിക്ക്. എന്നിട്ട് പിന്നെ അടുത്ത വക്തിനൊന്നും പോരില്ല, അവിടെ നിന്ന് വർത്താനം പറയാം, അതല്ലെങ്കിൽ അങ്ങോട്ട് പോവാം. അപ്പം നമ്മൾ പിന്നെ പോണത് നമ്മളെ കൂട്ടവും കുടുംബവും കാണലും വർത്താനം പറയൊക്കെ നാട്ടിൽ നിന്ന് ഇത്രയും കൊല്ലം നമ്മൾ ചെയ്തു. അവിടെ പോണ 40 ദിവസം പരമാവധി ഞാൻ സൂചിപ്പിച്ചല്ലോ, ഒരു വക്തിന് 1,00,000 കൂലിയാണ്. അപ്പം അതുകൊണ്ട് അസുഖമായി അവിടെ പിടിച്ച് അവിടെ കിടക്കാനോ അതല്ലെങ്കിൽ നമ്മൾ പിന്നെ ക്ഷീണം പിടിച്ചിരിക്കാനോ അല്ല അങ്ങോട്ട് പോണത്. കഴിവിൻ്റെ പരമാവധി ഹറമിൽ പോയി ഓരോ വക്ത് നമസ്കാരവും നിർവഹിക്കാനാണ്. മക്കയിലെ നമസ്കാരത്തിന് 1,00,000 കൂലിയും മദീനയിലെ നമസ്കാരത്തിന് 1000 ഇരട്ടി കൂലിയുമാണ്. അത് കളയാതിരിക്കാൻ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് അമീർമാർ പറയും 5 നേരം നമുക്ക് ഭക്ഷണം തരുന്നുണ്ട്. 5 നേരം ഭക്ഷണം ഉണ്ടാവും ഗ്രൂപ്പിലാണെങ്കിൽ. ഗവൺമെൻറ്റിലാണെങ്കിൽ ഇപ്രാവശ്യം ഭക്ഷണം വെച്ചുണ്ടാക്കാൻ പാടില്ല എന്ന നിർദ്ദേശം അല്ലേ? വെച്ചുണ്ടാക്കാൻ പാടില്ല. അപ്പോൾ വാങ്ങാനുള്ള പൈസയും കൊണ്ട് വരണം. പിന്നെ കഴിയണത്ര നട്ട്സും അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം. അസറിന് വന്നിട്ട് നമ്മൾ അധികം ആളുകളും അസറിന് വന്നാൽ പിന്നെ ഇശ കഴിഞ്ഞിട്ടേ പോകുള്ളൂ. അത്രയും സമയം വിശന്നിരിക്കാനൊന്നും നമുക്ക് പറ്റൂല. അതുകൊണ്ട് നമ്മൾ കയ്യിൽ എന്തെങ്കിലും പിടിക്കാൻ കരുതണം, ഭക്ഷണം കഴിക്കണം. എന്തെങ്കിലും ഉണങ്ങിയ നട്ട്സ് എന്തെങ്കിലും ഇഷ്ടംപോലെ സംസം വെള്ളം കിട്ടുമല്ലോ. കൂട്ടത്തൊന്ന് സിബിക്കാള് വയറ് മബറത് എന്ന് പറഞ്ഞ വെള്ളം നിങ്ങൾ കുടിക്കാൻ പാടുള്ളൂ ഹറമിൽ നിന്ന് കുടിക്കുമ്പോൾ. അപ്പോഴേക്കപ്പോഴേ കുപ്പി നിന്നിട്ട് കുടിക്കുമ്പോൾ തണുപ്പില്ലാത്തതെന്ന് എഴുതിയ വെള്ളം കുടിക്കണം. തണുപ്പുള്ളത് കുടിക്കാൻ എന്നാൽ കഫക്കെട്ട് വരും, പനി പിടിക്കും, ജലദോഷവും പനിയും പിടിക്കും, റൂമിൽ കിടക്കേണ്ടി വരും. അപ്പം അതിന് ഇനി നിങ്ങൾക്ക് ആ വെള്ളം വെറുതെ കുപ്പിയിലെടുത്തിട്ട് പോയി നമ്മൾ റൂമിൽ കൊണ്ടുപോയി പിറ്റേ കുറേ മണിക്കൂർ കഴിയുമ്പോൾ അതിന് തണുപ്പൊക്കെ മാറിയിട്ട് കുടിക്കാന്നല്ലാതെ ഒരിക്കലും ആ തണുപ്പോട് കൂടി കുടിക്കരുത്, അത് അസുഖം വരും. പിന്നെ തവാഫിൻ്റെ ഇടയിൽ ഒന്നു പോകുമല്ലോ, അപ്പം അതിനൊക്കെ ഹുക്കുമുകൾ ഒരുപാട് പണ്ഡിതന്മാരെ ഹുക്കുമുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ചില പണ്ഡിതന്മാരൊക്കെ അധിക പണ്ഡിതന്മാരും പറഞ്ഞത് പോയി ഒതിർക്കണം എന്നാണ്. അതിൻ്റെ ഇടയിൽ പോയിട്ട് ഒതിർക്കണം, എവിടെയാണോ നിന്നത് അവിടേക്ക് വന്നിട്ട് പൂർത്തീകരിച്ചാൽ മതി, ഒതിർക്കണം എന്നുള്ളതാണ്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ധാരാളമായി ഹറമിൽ പോകാൻ തന്നെ നോക്കുക. അങ്ങാടികൾക്കോ അതല്ലെങ്കിൽ മർച്ചിനോനോ കുടുംബക്കാർക്കൊക്കെ പോകൽ വളരെ ചുരുക്കിയിട്ട് ഹറമത്തെ നിസ്കാരം കിട്ടാൻ വേണ്ടി ശ്രമിക്കുക. മദീനത്ത് ചെന്നാലും ഗവൺമെൻറ് ആളുകൾക്ക് 8 ദിവസമാണ് മദീനത്ത് നിൽക്കേണ്ടി വരിക അല്ലേ? ഗവൺമെൻറ്റിൽ അങ്ങനെയാണ്, 8 ദിവസമാണ്. അപ്പോഴൊക്കെയും പരമാവധി മദീനത്തെ പള്ളിയിൽ പോകാൻ നോക്കുക. ഒരു ദിവസം 5000 ഇരട്ടി കൂലി ഒരു ദിവസം വാങ്ങാലോ അല്ലേ? അപ്പോൾ ആ രൂപത്തിൽ കാര്യങ്ങൾ പരമാവധി ഒരുവിധം. ഇനി സംശയങ്ങൾ വളരെ ഗൗരവതരമായി ഇതേമായി ബന്ധപ്പെട്ട എന്തെങ്കിലും, ഞാൻ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൽക്കാലങ്ങൾ ചോദിച്ചു നോക്കി ഒരു സമയം അനുവദിക്കുകയാണെങ്കിൽ. അള്ളാഹു ഏതായിരുന്നാലും നമ്മളെ ഈ ആഗ്രഹം അള്ളാഹു അവസാനം വരെയും അത് സാധിപ്പിച്ച് തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കൂട്ടത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും പ്രധാനമായി പരലോകത്തിന് വേണ്ടി. പിന്നെ തവാഫിൻ്റെ വിഷയമൊക്കെ പറഞ്ഞിട്ടില്ല, തവാഫിലൊക്കെ നമ്മൾ ധാരാളമായി പ്രാർത്ഥിക്കാൻ ആളുകൾ ഒരുപാട് ഈ രൂപത്തിൽ ഒച്ച വെച്ച് ചൊല്ലിക്കൊടുക്കുന്നവരൊക്കെ ഉണ്ടാകും. നമ്മൾ പ്രാർത്ഥനകൾ പഠിക്കണം, നമ്മൾക്ക് വേണ്ടതൊക്കെ പ്രാർത്ഥനകൾ പഠിച്ചു പോകുക. റസൂലുള്ളാഹിൻ്റെ പ്രാർത്ഥനകൾ അത് അറബിയിലുള്ളത് കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ പഠിക്കണം, അതാണ് ഏറ്റവും അതിനുള്ള കൂലിട്ടും. ആ ഒരു ചരിയും കൂടി ചെയ്ത കൂലിട്ടും നമ്മൾ ആവശ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം, ഖുർആൻ ഓതാ, അങ്ങനെ എല്ലാം ചെയ്യാം. അപ്പോൾ ആ പ്രാർത്ഥനകളൊക്കെയും പിന്നെ ചെല്ലാൻ നമ്മൾ പഠിച്ചെടുക്കപ്പോൾ ഈ സമയങ്ങളിലൊക്കെ ആ ഹജ്ജിൻ്റെയും ഉംറൻ്റെയൊക്കെ കർമ്മങ്ങളുടെ പുസ്തകങ്ങൾ കിട്ടിയെന്നപ്പോൾ ഇവിടുത്തെ കൈപ്പുസ്തകം തരുന്നുണ്ട്, അതൊക്കെ നന്നായി വായിച്ച് പഠിക്കുക. കൂട്ടത്തിൽ ചരിത്രങ്ങളും കൂടി കുറച്ച് അവിടെ പശ്ചാത്തലങ്ങളെക്കുറിച്ച് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കുക, അങ്ങനെ ചരിത്രം കൂടി വായിക്കാൻ ശ്രമിക്കുക. അതും കൂടി അറിയണം നല്ലതാണ്, കൂടുതൽ തക്കവ കിട്ടാൻ വേണ്ടി അതും കൂടി അറിയണം നല്ലതാണ്. അപ്പോൾ ആ രൂപത്തിൽ പിന്നെ ഹജറുൽ അസ്വദ് മുത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ നമുക്ക് സാധിക്കുകയും ചെയ്യണം. അപ്പോൾ വക്ത് അവിടെ ഇക്കാമത്ത് കൊടുക്കും, തവാഫ് ചെയ്യുമ്പോൾ ഇക്കാമത്ത് കൊടുക്കും.
ഇഖാമത്ത് എടുക്കുമ്പോൾ പല ആളുകളും ആ നിസ്കാരത്തിൽ കൂടാതെ ആ സമയം ഹജറുൽ അസ്വദ് കാലിയിട്ട് നിൽക്കുമല്ലോ, ആളില്ലാതെ തിരക്കില്ലാതെ അവിടെ പോയി മുത്താൻ പോകും. അപ്പം എന്താ കിട്ടുക? ഇത് 1,00,000 കൂലിയ ഒരു നിസ്കാരത്തിന് അവിടെ കൂടിയാൽ ആ പകരം ഓൽക്ക് എന്താ കിട്ടുക? ഈ ഒരു മുത്തൽ മാത്രമേ കിട്ടുക, ഒരു വസ്തു ഉണ്ടാവില്ല. അപ്പം അത്തരം പൊട്ടത്തരത്തിൽ നിങ്ങൾ പോകരുത്. അങ്ങനെയൊക്കെ ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴൊക്കെയും ഓരോ വക്തും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു മാത്രമല്ല, നമ്മളെ അവിടെയൊക്കെ യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള ഇങ്ങനെ പേപ്പറിലൂടെയും മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അവിടെ എത്രമാത്രം ഭീകരത ഉണ്ട് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഏതായിരുന്നാലും ഒരു കാരണവശാലും നമ്മുടെ ഉദ്ദേശം പൂർത്തീകരിക്കാൻ സാധിക്കാത്ത രൂപത്തിലൊരു പരീക്ഷണം അള്ളാഹു നമുക്കാർക്കും നൽകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ അള്ളാഹു നമ്മളുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും ആത്മാർത്ഥമായ അമലു സ്വാലിഹത്തായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു അവൻ്റെ ഉത്തമരായ ദാസ്മയോടൊപ്പം നമ്മളെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഈ ലോകത്തുള്ള മുഴുവൻ മുസ്ലിം രാജ്യങ്ങളിലെയും മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനും അള്ളാഹു സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഉദ്ദേശം ഈ ഹജ്ജും ഉംറയും അത് ആരോഗ്യത്തോടെ, ഓർമ്മശക്തിയോടെ, ബുദ്ധിയോടെ വളരെ സജീവമായി ചെയ്ത് മഖബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും നിർവഹിച്ച് ഉമ്മ പ്രസവിച്ച ദിനത്തിലെ കുഞ്ഞിനെ പോലെ സംശുദ്ധരായി തിരിച്ചു വരാൻ അള്ളാഹു നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ മൊത്തത്തിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, പേരെടുത്തൊന്നും പറയണ്ട, എന്നാലും ഞങ്ങളെയൊക്കെ ഓർമ്മിക്കണം എന്ന് കൂടി അപേക്ഷിക്കുകയാണ്. പ്രാർത്ഥനയിൽ ഓർമ്മിക്കണം എല്ലാതും, നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളുടെ ഭരണകൂടങ്ങളെക്കുറിച്ചുമൊക്കെ നിങ്ങൾ പ്രാർത്ഥനയുണ്ടാകണം. കൂട്ടത്തിൽ യാത്രക്കാരുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയമല്ല എന്ന് ശേഷം പറഞ്ഞു. നിങ്ങൾ ഇവിടുന്ന് യാത്ര പുറപ്പെട്ട മുതൽ അവിടെ എത്തി തിരിച്ചു പോരുന്നവരെയും നമ്മളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായുള്ള പരലോകത്തിന് വേണ്ടി, നമ്മളെല്ലാവരുടെയും പരലോക വിജയത്തിന് വേണ്ടി. ഇപ്പം ഇന്നൊരാളെ കണ്ടപ്പോൾ പറഞ്ഞു, ഈമാനോടുകൂടി മരിച്ചു കിട്ടാൻ വേണ്ടി, മരിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. അവസാന നിമിഷം വരെയും ഈമാനോട് മരിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു എല്ലാവരും പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കത്തക്ക രൂപത്തിൽ അമലുകളാകാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആത്തിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم إنا نسألك الجنة نستجيرك من النار. السلام عليكم ورحمة الله وبركاته.